നന്മ തിന്മ, ശരി തെറ്റ്, കാരുണ്യം, മനുഷ്യത്വം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? ഒരു ചോദ്യമാണ്. കാരണം അത് പറയേണ്ടി വരുന്ന സാഹചര്യം ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ചെയ്യുന്ന കാര്യം കുട്ടി പഠിച്ചിട്ടില്ല വരുന്നത്. നമ്മൾ പറയും അവിടെ ചെയ്യരുത്, കടിക്കരുത്, കഴിക്കരുത്, അത് അടങ്ങരുത്, ചെളി, അങ്ങനെ പറയുമ്പം നല്ലതും ചീത്തയും മനുഷ്യത്വകരമായി പട്ടി എറിയരുത്, പട്ടിക്ക് വെള്ളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു കാരുണ്യമുണ്ട്. അതൊക്കെ ഒരു റിലീജിയൻ ബേസ്ഡ് ആണോ? അപ്പം അത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത് നമ്മളാണ് പഠിപ്പിച്ചെടുക്കുന്നത്. അത് നമുക്കറിയാം ഇങ്ങനെയാണ് കാരുണ, ഇതാണ് മനുഷ്യത്വം, മനുഷ്യനെ നന്മ തിന്മ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടം പറയുന്നത് മതങ്ങളാണ് ഏറ്റവും പ്രശ്നം. എല്ലാത്തിൻ്റെയും മൂല കാരണം മതമാണ്. മതമില്ലാത്ത രാജ്യങ്ങളിൽ ആൾക്കാർ ജീവിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാരണം അതൊരു ഫാലസിയാണ്. അതിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് യുദ്ധം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിനകത്ത് മതത്തെ എടുത്തിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മതം പറഞ്ഞു തുടങ്ങണം. കാരണം യുദ്ധങ്ങളുടെ എല്ലാം അടിസ്ഥാനം മതമാണ് എന്ന് പറയുമ്പം എല്ലാ മതങ്ങളും പെടുന്നുണ്ട്. അപ്പം മതം ഇപ്പം നമ്മളിന്ന് മാത്രം എന്തിനു പ്രതികരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും മതത്തിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ട് മറ്റുള്ളവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരു വേറൊരു ചോദ്യം. അത് നമുക്ക് അങ്ങനെ അതിലേക്ക് എത്താം. പക്ഷേ എല്ലാ യുദ്ധങ്ങളിലും പൊളിറ്റിക്സും ഇൻവോൾവ് ആണ്. അതാ പറഞ്ഞത്, പൊളിറ്റിക്സ് എങ്ങനെയാണ്, നമുക്ക് അതിൻ്റെ ഒരു ടൈം ലൈൻ ഉണ്ട്. ആ ടൈം ലൈനിലേക്ക് വരുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ്. ഞാൻ പറയുന്നത് ഒരു സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എവിടെ കണക്ട് ചെയ്യണമെന്നുള്ളത്. ഇപ്പം നമ്മൾ രണ്ടുപേരും ഇസ്ലാം മത വിശ്വാസികളാണ്. അത് പറയുന്നതിന് എനിക്കൊരു മടിയില്ല. എന്ന് വെച്ചാൽ ഞാൻ അഭിമാനത്തോട് പറയുന്നതാണ് ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് പറയാൻ എനിക്ക് നാണക്കേടില്ല. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് ഇസ്ലാം മതം ഇത്രയും അറ്റാക്ക് ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്ത് പറഞ്ഞാലും ഇസ്ലാമിൻ്റെ പെടലിക്കാണ് കഴിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നതാ ഒരു എക്സാമ്പിൾ ടെററിസം പോലെയുള്ള എന്ന് വെച്ചാൽ എന്താ പറയുക, ഏതൊരു കാര്യം ചെയ്താൽ പറയും കണ്ടോ അത് മുസ്ലിമാണ് കേട്ടോ, അയാളുടെ വേഷം കണ്ടാൽ അറിയാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. പ്രശ്നക്കാരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ വേഷത്തിലേക്ക് നോക്കിയെന്ന് പറഞ്ഞു. അത്രയും അതപ്പതിച്ച ഒരു വർത്തമാനം ഒരു പ്രധാനമന്ത്രി പറയണമെങ്കിൽ അയാളുടെ സ്റ്റാൻഡേർഡ് നോക്കിയോ. അപ്പം ആള് ഇതേപോലെ പറഞ്ഞതിൻ്റെ പേരിൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അത് ഒരു സർട്ടൺ റിലീജിയനാണ്, അത് ഇസ്ലാം ആണെന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോൾ ചാർലി ക്രിക്കിൻ്റെ സംഭവം നടന്നപ്പോൾ എല്ലാവരും പേടിച്ചിരുന്ന ഒരു സാധനം അത് തന്നെയാണ്. അവർ പറഞ്ഞത് ഞങ്ങളുടെ മതത്തിൽ നല്ലല്ലോ എന്നുള്ള സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മേയർ. അപ്പം എല്ലാവർക്കും വേണ്ടത് ഒരാളെ സ്കേപ്പ് ഗോട്ട് ചെയ്യാൻ. അതിൻ്റെ അപ്പുറത്തേക്ക് വന്നാൽ ഒന്നും വേണ്ട. ഉദാഹരണം ഞാൻ പറയുകയാണ്, ഇപ്പം കളമശ്ശേരിയിലുണ്ടായ ഒരു ബോംബ് സ്ഫോടനം എല്ലാവർക്കും അറിയേണ്ടതൊന്നേ ഉള്ളൂ, ആരാണ് ചെയ്തത്. അത് ചെയ്ത ആളുടെ വീട് പോയി, ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളെ വീട് പോയി തല്ലി തകർത്തു. അതിനുശേഷം ചെയ്ത ആൾ വന്ന് പറഞ്ഞു ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞു. ആർക്കും വേണ്ടണ്ട, കാരണം ആൾ ക്രിസ്ത്യാനിയാണ്, അവരുടെ മതത്തിൽ. പിന്നെ അവരുടെ ഇൻറ്റേർണൽ പ്രശ്നങ്ങളായി, നമ്മൾക്ക് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇസ്ലാമിന് മുസ്ലിമാണെന്നുള്ളൊരു പേര് പോലും ഇട്ടിട്ടില്ല. ഒരു ഫോട്ടോ ഇറക്കി തന്നെ ആൾക്കാർ അതിൻ്റെ പേരിൽ അങ്ങടെ മതം പ്രശ്നമാണ് കേട്ടോ, പ്രശ്നമാണ്, മതങ്ങൾ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആക്രമിക്കാൻ. എന്നാൽ മറ്റൊരു മതത്തിലുള്ള ആളാണ് മരിച്ച ആൾക്കാർ ക്രിസ്ത്യാനികളാണ്, അതാണ് രസം. എന്നാൽ സ്വന്തം സമുദായത്തിലുള്ള ആൾക്കാർ മരിച്ചിട്ട് പോലും ആ ചെയ്തത് മറ്റേ ആളായതുകൊണ്ട് മിണ്ടിയില്ല. എന്തുകൊണ്ട് ഇസ്ലാം മതം ഇത്രയും അറ്റാക്ക് ചെയ്യപ്പെട്ടപ്പോൾ തിരിച്ചതേപോലെ തിരിച്ചറിവുണ്ടായപ്പോൾ വീണ്ടും ഒരു അറ്റാക്ക് അങ്ങോട്ട് കൊടുത്തില്ല? അതൊരു ചോദ്യമല്ലേ. അതാണ് ആ കമ്മ്യൂണിറ്റിൻ്റെ ഒരു ഇത്. അതായത് നമ്മളും അതേ മാർഗത്തിൽ തിരിച്ചടിക്കണ്ടേ, കാരണം നമുക്ക് കിട്ടിയത് അത് തിരിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ എന്തു പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് അപ്പം അപ്പുറത്ത് പറഞ്ഞില്ല ക്രിസ്ത്യാനിറ്റി ടെററിസമാണെന്ന് പറയാത്ത എന്താ? നമ്മൾ പഠിച്ച മതമായുണ്ടാ. കാരണം നമ്മളൊരു മതത്തെയും കുറ്റപ്പെടുത്തുന്ന നമ്മളിതുവരെ പഠിച്ചിട്ടില്ല. അതുമല്ല നമ്മുടെ പണി അതല്ല. ഇപ്പം ഞാനൊരു മുസ്ലിം ആണെങ്കിൽ ഞാൻ മരിക്കുന്ന മുസ്ലിമാണെന്ന് ഉറപ്പുണ്ടോ? എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം പടച്ചവൻ എന്താണോ വിജയിക്കുന്നത് അതുപോലെ ഉണ്ടാവുള്ളൂ. അത് നമ്മളുടെ നന്മകളുടെ കർമ്മങ്ങളുടെ ബേസിലായിരിക്കും പറയുന്നുണ്ട്. അപ്പോൾ എന്നതുപോലെ നമ്മൾ മറ്റുള്ളൊരു മതസ്ഥരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ കളിയാക്കാനോ അല്ല നമ്മളിവിടെ ജീവിക്കുന്നത്. നമുക്ക് നമ്മളുടേതായ ഒരു കടമകളുണ്ട് ഭൂമിയിൽ ചെയ്യേണ്ട കുറേ കാര്യം. നിങ്ങൾ ഭൂമിയിലുള്ള ഒരു കരുണ ചെയ്യൂ, ആകാശത്തുള്ള നിങ്ങളുടെ കരുണ ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ പറയുന്ന കുറേ കാര്യങ്ങളിൽ ഇസ്ലാം കോൺട്രഡിക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. മറ്റുള്ള ഒരു അതിലോ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഇത്ര അനുഭവിച്ചിട്ടും നിങ്ങളുടെ ദൈവം എന്താണ് ഇത്രയും മിണ്ടാതിരിക്കുന്നത്? അദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്യുന്നത്? അത് ഈ പറഞ്ഞതുപോലെ ഒരു ഈവിൾ തിങ് ആണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക എന്നുള്ളതിൻ്റെ നമുക്കതിൻ്റെ ഒന്ന് നോക്കാം. ഒരു വൺ ഓഫ് ദ ഫീച്ചറാണ് ഈ പറഞ്ഞ പോലെ ദൈവത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇല്ലോജിക്കായിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാം. ഒരു ഫിലിമിൽ കേട്ടിട്ടുണ്ട് ഒരു ഡയലോഗ്, ദുഷ്ടനെ പര പോലെ വളർത്തുമെന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞതുപോലെ
ഈ പറഞ്ഞ ഈ എന്താ പറയുക, ഈ ഒരു എന്താ പറയുക, മതത്തെ പറയുന്നത്, അതായത് നിങ്ങളുടെ ദൈവം എന്തുകൊണ്ടും അനങ്ങാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനുഷ്യർ ഭൂമിയിലുള്ള ഒരു കരുണ ചെയ്യൂ, ഞാൻ പിന്നീട് ചെയ്യാം. നിങ്ങൾക്ക് കരുണയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കുട്ടികളെ കൊല്ലുന്നത് നിങ്ങൾക്ക് ഹരമാണ്, നിങ്ങൾക്ക് കറുത്ത വർഗ്ഗക്കാരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് റേസിസം ഉണ്ട്, പിന്നെ എവിടെയാണ് കരുണ? നിങ്ങൾക്ക് പട്ടിയെ കാണുമ്പോൾ വെള്ളം കൊടുക്കാൻ അറിയാം, പക്ഷേ മനുഷ്യനെ നിങ്ങൾക്ക് ഒരു കിടക്കാൻ സ്ഥലം പോലും കൊടുക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ കരുണയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആ കാരുണ്യം കണക്കി അങ്ങനെ ഞങ്ങൾക്ക് തരാം. അതുമല്ല, പിന്നെ പടച്ചവൻ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ള ദൈവമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എല്ലാം ലോകത്തുള്ള ഏത് ജീവിയും, നിങ്ങൾ മരങ്ങളുണ്ടാവാം, മനുഷ്യരുണ്ടാവാം, മൃഗങ്ങളുണ്ടാവാം, ഈ ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതും, കല്ല് മണ്ണ് എല്ലാം പടച്ചവൻ്റെ സൃഷ്ടിയാണ്. അതിനകത്ത് മനുഷ്യന് മാത്രം പ്രിവിലേജ് എന്തുവാ? എന്നാൽ ഈ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം ഇത്രയും വിവരം ഉണ്ടായിട്ട് മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ വിവരക്കേട് പറയുന്നുണ്ട്. ശ്രീനിവാസൻ അങ്ങനെ ഒരാളാണ്, ഇത്രയും പരിചയമുള്ള ആളാണ്, പക്ഷെ അവർക്കൊക്കെ മതം വരുമ്പോൾ മാത്രം അവർക്ക് വേറൊരു സ്റ്റാൻഡാണ്. ഒന്ന് പറയണത്, ഒരു കുട്ടി ഒരു കുഴൽക്കിണറിൽ വീണതിൻ്റെ കഥ പറഞ്ഞപ്പം ആൾ പറയാം, അതുകൊണ്ട് ദൈവം അവരെ രക്ഷിച്ചില്ല, കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല, ദൈവം കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് ആ കിണറിന് അടപ്പിട്ടൂടെ? അതെ, അത് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എന്താ കുരുവായിരുന്നോ എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. കാരണം മനുഷ്യൻ ചെയ്യാത്ത തെറ്റുകളെല്ലാം മനുഷ്യൻ ദൈവത്തിൻ്റെ തലയിലോട്ട് വെച്ചിട്ട് പറയാണ്, എന്തിന് ദൈവത്തെ സ്തുതിക്കണമെന്ന് ചോദിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ പറഞ്ഞാണ്, എൻ്റെ കുട്ടി അയാൾ എയ്ത്തിസ്റ്റായി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി. നമുക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇസ്ലാമിൽ ആര് വരുന്നു? ഇസ്ലാമിൻ്റെ കൊടിയുടെ കീഴിലിരിക്കുന്ന ആൾക്കാർ എണ്ണം എടുക്കലല്ല ഇസ്ലാമിൻ്റെ പണി. കാരണം അതല്ല ശരിക്കും മതം. നിങ്ങൾ പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ് മതം എന്താണെന്നുള്ളത്. അതിപ്പോൾ ഏത് മതം ആയിക്കോട്ടെ, മതം എന്ന് പറഞ്ഞാൽ ആളെക്കൂട്ടലല്ല, അതൊരു നിങ്ങളുടെ ദൈവത്തെ ഫോളോ ചെയ്യലാണ്. ഇപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരാളുടെ മകൻ എന്തോ മരിച്ചുപോയി, അയാൾ കുറേ പ്രായമായി എന്ന് വെച്ചാൽ അയാൾക്ക് ഇനി കുട്ടികളില്ല വേറെ. അപ്പോൾ അയാൾ പറഞ്ഞത്, ഇനി ഞാൻ എന്തിനു ജീവിക്കണം, എൻ്റെ മകൻ പോയില്ലേ, എനിക്ക് എൻ്റെ ദൈവം എന്നോട് ഇത്രയും, ദൈവത്തോട് ഞാൻ നിസ്കരിച്ചു, ഖുർആൻ ഓതി, എല്ലാം ചെയ്തിട്ടും എൻ്റെ ദൈവം എന്നോട് ഈ കാണിച്ചത് പോക്കർത്തരമല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് അയാൾ പറയുകയാണ്, ഇനി എന്തിന് ഞാൻ ഈ മതത്തിൽ വിശ്വസിക്കണം, ഞാൻ ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞിട്ട് എയ്ത്തിസ്റ്റായി. എയ്ത്തിസ്റ്റുകൾ ഇങ്ങനെ കൊണ്ടു നടന്നു. അവർക്കതാണല്ലോ, എവിടെ വേസ്റ്റ് ഉണ്ടെങ്കിലും എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ് എയ്ത്തിസ്റ്റുകളുടെ പരിപാടി. അപ്പം അതിന് ഇസ്ലാമിൻ്റെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങൾ അനുഭവിച്ചതിന് നിങ്ങൾക്ക് ആഖിറത്തിൽ, അതായത് നിങ്ങൾക്ക് ദുനിയാവിൽ കിട്ടാത്തത് നിങ്ങൾക്ക് പരലോകത്ത് കിട്ടും, അത് നിങ്ങൾക്ക് വന്ന നഷ്ടത്തിൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞൊരു ഹോപ്പല്ലേ നമ്മൾ ഇന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, നമ്മളെന്താ വിചാരിക്കുന്നത്, എപ്പോഴും നിങ്ങളുടെ ദൈവം കൊണ്ടുതരും, നിങ്ങൾക്കൊരു വഴി തരുമെന്ന് പറയുമ്പോൾ അതിനിപ്പം ഒരാൾ അപ്പുറത്ത് കിടക്കുന്ന ഒരു വീട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ വഴിയെ പോകുന്ന ഒരാൾ എന്തെങ്കിലും കളഞ്ഞു പോയ പൈസ അവിടെ വീണ് പോയിട്ടുണ്ടാവാം. ഏതെങ്കിലും മാർഗ്ഗത്തിൽ നിങ്ങൾക്ക് ആ ഫുഡ് അവിടെ എത്തുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണോ? അല്ലല്ലോ. എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തെ കണക്ട് ചെയ്യാൻ പറയും, ഞാൻ കഷ്ടപ്പെട്ടതോ? മറ്റേ ഒരു സിനിമ ഉണ്ട് മണിയൻ പിള്ള രാജുവിൻ്റെ, അതിൽ എന്തായാലും മറ്റേ ബസ്സിൻ്റെ ഒരു സിനിമ, അതിനകത്ത് പറയുന്നത് ദൈവത്തെ നിന്ദിക്കരുതെന്ന് പറയുമ്പോഴേ, പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവകോപ എന്തെന്ന് പറയുമ്പോൾ, പിന്നെ അപ്പം ഞാൻ പഠിച്ചതിന് ഞാൻ ഇതൊന്നും ഇല്ലേ, അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ച് പഠിച്ചതല്ലേ എന്ന് പറയും. നിങ്ങൾ മാത്രമല്ല പഠിച്ചത്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും പഠിക്കുന്നില്ലേ, അവർ മുഴുവൻ എഡ്യൂക്കേറ്റഡ് ആവുന്നില്ലേ, അവർക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ സൗകര്യം കിട്ടുന്നില്ല? ഇപ്പം ഞാൻ ഇവിടെ യൂറോപ്പിലിരിക്കുന്നുണ്ടെങ്കിൽ എത്രയോ പേര് യൂറോപ്പിലേക്ക് വരാൻ പറ്റാതെ പുറത്തായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആപ്ലിക്കേഷൻ ചെയ്തു, ഇനി ലാറ്റ്വിയയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല ആൾക്ക്, കാരണം AIC നെഗറ്റീവായി. AIC നെഗറ്റീവായി കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് കാശുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഇനി ലാറ്റ്വിയയിലേക്ക് വരാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും രാജ്യത്ത് വെക്കുമോ? അപ്പോൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇനി ആളുടെ പ്രീവിയസ് എഡ്യൂക്കേഷൻ വെച്ചിട്ട് ഇനി ലാറ്റ്വിയയിൽ പഠിക്കാൻ പറ്റില്ല, എന്ന് വെച്ചാൽ ആ സർട്ടിഫിക്കറ്റിന് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. എന്ന് പറഞ്ഞതുപോലെ എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ വിജയിക്കാത്തവരുടെ കഥ പറയാത്ത എന്താ, വിജയിച്ചവർ മാത്രമാണ് കേൾക്കുന്നത്, എത്ര പേര് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ LGBTQ ഒരുപാട് പേര് വരുന്നുണ്ട്, ആണ് പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞു വരും. മതത്തിനെ അടിക്കാനാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അതായത് മതം പറയാത്ത ഏത് ഭാഗമുണ്ടോ LGBTQ ഒക്കെ ആരുടെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ എന്ന് പറയുമ്പോൾ അവരെ കൊണ്ടുവരും, ഇങ്ങനെ പൊക്കി പിടിച്ചിരുത്തും, ആണ് പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോസ്റ്റ് ഇടും. പക്ഷേ പ്രസവിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? അവരെ കൊണ്ടുവന്ന് ആൾക്കാരെ കാണിക്കുന്നുണ്ടോ? അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ടോ? നിങ്ങൾ അവരുടെ ജീവിതം മരിച്ചവരുടെ കണക്കെടുക്കുക, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്നവരുടെ കണക്കെടുക്കുക, വളർന്നു വരുന്ന കുട്ടികളുടെ കണക്കെടുക്കുക. നിങ്ങൾക്ക് അതൊന്നും അറിയണ്ട. നിങ്ങൾ കാണിക്കുന്നത് ഒരു ഫ്രണ്ട് ഫേസ് കാണിക്കുന്നത് ആൾക്കാർക്ക് വേണ്ട ഫാൻറ്റസി എന്നാണ്, റീലുകളാണ്. റീലുകൾ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളിവിടെ നല്ല മഞ്ഞാണ്, മഞ്ഞത്ത് നമ്മൾ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയും, ഗ്ലൗസ് ഇട്ടിട്ട് പോലും അതിനകത്തൂടെ തണുപ്പ് കയറുക.
പക്ഷെ വീക്കിലി നമ്മൾ എപ്പോഴെങ്കിലും ഇറങ്ങിയ ആ ഒരു വീഡിയോ ഇടലാണ്. അതാണ്. അറിയില്ല, അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഭയങ്കര രസമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി 1-2 പ്രാവശ്യമുള്ള ഇറങ്ങുന്നത്. അതെ അതെ. ഇപ്പോൾ എൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. വൈഫ് ഇവിടെ വന്നപ്പം ഇവിടെ പുറത്തിറങ്ങാൻ ഭയങ്കര തണുപ്പായിട്ട് പുറത്തിറങ്ങാതെ റൂമിൽ ഇങ്ങനെ പുതച്ചിരിക്കുകയാണ്. റൂമിൽ തണുപ്പാണ്, ഹീറ്റർ ഉറക്കാത്തതുകൊണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, പക്ഷേ കാണുന്ന റീലുകളെല്ലാം കാശ്മീരിൽ നിന്നുള്ളതാണ്. കാശ്മീരിൽ ആൾക്കാർ പോയി മഞ്ഞെറിയുന്നു, അവിടെ കളിക്കുന്നു, ഇതിനെല്ലാം കളിച്ചാൽ പറയാം. അങ്ങനെ വന്നിട്ട് നമുക്ക് കാശ്മീർ പോകണം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ. ഏത് 24 ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അവിടെ പോയി ആൾക്കാരെ കണ്ട് അവിടുന്ന് ജാക്കറ്റൊക്കെ വാടകയ്ക്ക് വാങ്ങിച്ച് അവിടെ കടന്ന് പറയണം. എന്നാൽ അവിടെ പോയ ഒരാൾ പറയുകയാണ് ഞാൻ അരമണിക്കൂർ പോലും പുറത്ത് നിന്നിട്ടില്ല എന്ന് പറഞ്ഞത്. ഓടി പീട്ടി കയറിയെന്ന്. നമുക്കറിയുന്ന കാര്യമല്ലേ മഞ്ഞത്ത് എന്ത് ആക്ടിവിറ്റി ഉള്ളത്. നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഒരു ലിമിറ്റേ ഉള്ളൂ. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പറ്റില്ല. അത് നിങ്ങൾക്ക് എത്ര വണ്ടർ എന്ന് പറഞ്ഞാലും സാധനം ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ പുറത്ത്. അതുകൊണ്ട് വിൻ്റർ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്ന് പറഞ്ഞതുപോലെ റിയൽ ലൈഫിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പം നിങ്ങൾ ഞാൻ ഇന്നാൾ ഇപ്പം നമ്മൾ ഇപ്പം ഇന്ത്യക്കാർ റേസിസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഇപ്പം യൂറോപ്യൻസ് റേസിസ്റ്റ് ആണെന്ന് പറയുന്നതിനകത്ത് എനിക്ക് അത്ര വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ഇന്ത്യക്കാർ അതിനെക്കാട്ടി റേസിസ്റ്റാണ്. ഏതാ മതം പറഞ്ഞ് വർഗീയത പറയാറുണ്ട്, ജോലി പറഞ്ഞ് വർഗീയത പറയാറുണ്ട്, കളർ പറയാറുണ്ട്. പുഴു എന്ന് പറഞ്ഞ സിനിമ ഏറ്റവും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ലൗഡായിട്ട് പറഞ്ഞ ഒരു നിലപാട്, പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറഞ്ഞ സിനിമയാണ് പുഴു. അതായത് നിങ്ങളുടെ എവിടെയാണ് നമ്മളുടെ ടൊമാറ്റോ, തക്കാളി ഒരു പഴമാണോ എന്ന് പറയുന്നതിനകത്ത് ഇങ്ങനെ തിരുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നാൾ പഠിച്ചത് ഫ്രൂട്ടാണോ എന്ന്, പല്ല് വെളുത്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളാരും പറഞ്ഞ് പറ്റിച്ചേക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നുണകളിലൂടെ ഇങ്ങനെ പോയേക്കാണ്. അപ്പം കോൾഗേറ്റ് കമ്പനിക്കാണ് വെളുത്ത വല്ല കാണിക്കുന്നത്. അപ്പോൾ എന്നതുപോലെ ഇപ്പോൾ റേസിസ്റ്റ് ആയിട്ടുള്ള ഇവർ ഒരാളുടെ ഞങ്ങൾ പാർക്കിലിരിക്കുന്നൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റിലിട്ടു. അപ്പോൾ ഞാനിവിടെ GDPR ഉണ്ടാണ്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറയാം നിങ്ങൾ ഫേസ്ബുക്കിനോട് കംപ്ലയിൻറ്റ് ചെയ്യും, ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം എന്ത് ചെയ്യും, നമ്മുടെ നിലപാട് പറയണമല്ലോ. നമ്മളെ ഇവൻ്റെ ഒന്നും താഴെ കിടക്കുമല്ലോ, നമ്മൾ അവനെക്കാട്ടിലൊക്കെ എത്രയോ ഉയരത്തിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ഇവർക്ക് സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് കാറില്ല, അപ്പാർട്ട്മെൻറ്റിൽ വാടകയ്ക്ക് റെൻറ്റിന് താമസിക്കുകയാണ്. നമ്മളപ്പോഴോ സ്വന്തമായിട്ട് പറമ്പും തെങ്ങുതോമ്പും അതുപോലെ വീടുകളും കാറുകളും ഉള്ള ആൾക്കാർ. ഒരു വീട്ടിൽ ഇപ്പോൾ കാറില്ലാത്ത അവസ്ഥയില്ല. അപ്പം നിറത്തിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ പറഞ്ഞത്. അപ്പോഴാണ് നോക്കേണ്ടത് നിങ്ങൾ യൂറോപ്പ് ഒരു കോണ്ടിനെൻ്റാണ്. ശരിക്കും കോണ്ടിനെൻ്റ് ആവാനുള്ളൊരു യോഗ്യത യൂറോപ്പിനില്ല. കാരണം അതിന് ഒന്ന് പറഞ്ഞാൽ ഐലൻഡ് ആവണം. യൂറോപ്പ് ഐലൻഡ് അല്ല, ഏഷ്യാഡ് ഉയർന്നെടുക്കുകയാണ് അത്. അത് സ്വന്തമായിട്ടൊരു പ്ലേറ്റിലും അല്ല. എന്ന് വെച്ചാൽ യൂറോപ്പിന് സ്വന്തമായിട്ട് കോണ്ടിനെൻ്റൽ പ്ലേറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഓസ്ട്രേലിയ വേറൊരു ഐലൻഡ് ആയത്, കോണ്ടിനെൻ്റ് ആയത്. ഐലൻഡാണ്, എന്നാൽ ഐസ്ലാൻഡ് ഒരു ഐലൻഡ് അല്ല. കാരണം അതിരിക്കുന്നത് നോർത്ത് അമേരിക്കയുടെ പ്ലേറ്റിലാണ്. എന്തുകൊണ്ട് യൂറോപ്യൻസിന് വേറൊരു കോണ്ടിനെൻ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യക്കാരുമായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ പാടില്ല ഞങ്ങളെ. കാരണം ഞങ്ങൾ കൾച്ചറലി കളർലി ഞങ്ങൾ ഒരുപാട് വൈവിധ്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ചേരാൻ താല്പര്യമില്ല. അതങ്ങനെ യോഗ്യത. അപ്പം നിങ്ങളോട് പറഞ്ഞ എന്തിനാ, അപ്പോൾ 6 കോണ്ടിനെൻ്റേ ഉള്ളൂ, പിന്നെ എന്തിനാണ് 7ാമത്തെ കോണ്ടിനെൻ്റ് ആഡ് ചെയ്തത്? അവരുടെ കൾച്ചറൽ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. കൾച്ചറല്ല, അവിടെ നിറത്തിൻ്റെ കാര്യം മാത്രം. ശരിക്കും പറഞ്ഞാൽ യൂറേഷ്യ എന്ന് പറഞ്ഞാൽ ഒറ്റ കോണ്ടിനെൻ്റേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 6 കോണ്ടിനെൻ്റേ ഉള്ളൂ. പക്ഷേ അവർക്ക് അത്രയും റേസിസ്റ്റാണ് ഇവർ. ആ റേസിസം വരുന്നത് ഉക്രൈൻ്റെ വാറിലും പാലസ്തീൻ്റെ ഇഷ്യൂ വരുമ്പോഴും അവരെ കാണാൻ പറ്റും. വെളുത്ത കുട്ടികൾ മരിക്കുന്നത് ഞങ്ങൾക്ക് വിഷമമുള്ള കാര്യമാണ്. പക്ഷേ മറ്റേത് കുഴപ്പമില്ല. ഈ യൂട്യൂബിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. യൂട്യൂബിൻ്റെ സ്റ്റാൻഡേർഡ്സിൽ കുട്ടികളെ കാണിക്കാൻ പാടില്ല, ലേബർ ചൈൽഡാണ്, കുട്ടികളുടെ വീഡിയോ കാണിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് എഴുതണം. പക്ഷേ കുട്ടികളെ കൊല്ലുന്നതിന് കുഴപ്പമില്ല, അതിനവർക്ക് പ്രശ്നമില്ല. ഇൻസ്റ്റാഗ്രാമിന് കുഴപ്പമില്ല. പാലസ്തീൻ ടാഗ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ഹൈഡ് ചെയ്യും. നിലപാടുകൾ ഒന്നല്ല ആവുള്ളൂ. 2 തന്ത കാണിക്കുന്നത് തന്നെ 2 അതല്ലേ ഡബിൾ സ്റ്റാൻഡേർഡ്സ് കാണിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് പല തന്ത ഉണ്ടെന്നല്ലേ അർത്ഥം. ഈ പറഞ്ഞ നിലപാടുകൾ തന്നെ ഒന്നേ ആകുമ്പോഴുള്ളൂ. ഇപ്പം ഞാനത് പാർക്കിലിരിക്കുന്ന ഫോട്ടോ ഇട്ടു. ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കുന്നുണ്ടാവും, ആൾക്കാർ വരുന്നുണ്ട്, ഇമിഗ്രൻസ് ആയിട്ട് വരും. പക്ഷേ നിങ്ങൾ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമിഗ്രൻസ് വരേണ്ടതാണ്. കാരണം അവരാണ്, യൂറോപ്പാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടാക്കിയിട്ടുള്ളത്. ബെൽജിയം, UK, ജർമ്മനി, എക്സാമ്പിൾ ഫ്രാൻസ്, ഇറ്റലി, മുസോളിനിയുടെ ജർമ്മനി. മൊത്തത്തിൽ യൂറോപ്പിൽ നിന്നാണ് യുദ്ധം പുറപ്പെട്ടിട്ടുള്ളത്. അതുകൂടാതെ നിങ്ങൾക്ക് എക്കോണമി വേണം, നിങ്ങൾക്ക് രാജ്യം വളരണം, നിങ്ങളുടെ GDP വളരണം, നിങ്ങൾക്ക് ഫണ്ട് വേണം. എന്നാൽ പുറത്തുനിന്നാരും വരാൻ പാടില്ല. അതായത് UAEയുടെ ഫണ്ട് വേണം, പക്ഷേ അവർ ഇസ്ലാമോഫോബിക്കാണ്. മുസ്ലിങ്ങൾ കണ്ടുകൂടാ, മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ ദുബായ്ക്കാർ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മുടെ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കണ്ടു. ഇപ്പോൾ ദുബായ്ക്കാർ എത്ര 500 മില്യണോ ഇൻവെസ്റ്റ് എംആർ ഗ്രൂപ്പ് UK ഇൻവെസ്റ്റ് ചെയ്ത്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു, അവർ വന്നു. അതുപോലെ നമ്മുടെ ഐഷോ സ്പീഡ് ഇവിടെ വന്നു. അയാൾക്ക് കൈ കൊടുക്കാൻ എത്ര വെളുത്ത ആൾക്കാരാണ് പോയത്. അവരെ കാണാൻ എത്ര ഒരു വെയിലത്ത് പോയി ക്യൂ നിന്നു.
അപ്പോൾ അവിടെ നിങ്ങൾ എവിടെ കുനിയുന്നോ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കുനിഞ്ഞിക്കാം. അല്ലാത്തടത്ത് പ്രശ്നമാണ് അല്ലേ, അല്ലാത്ത നമ്മളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ തന്നെ തുടങ്ങുക, ഇവരെ തന്നെ അടിമകളാക്കുക. അത് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ അടിമത്തം എന്ന് പറഞ്ഞ സാധനം യൂറോപ്യൻസാണ് തുടങ്ങിയത്, അല്ല നമ്മുടെ ഭാഗത്തൊന്നുമല്ല. അപ്പോൾ എത്രമാത്രം റേസിസ്റ്റ് ആവും. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ വരുന്നതിനെക്കുറിച്ചും തേർഡ് കൺട്രി സിറ്റിസൻസിനെ കുറിച്ചൊക്കെ പറയുന്നു. പക്ഷേ നിങ്ങൾ തേർഡ് കൺട്രി സിറ്റിസൺ ആവാൻ നിങ്ങൾക്ക് 300 കിലോമീറ്ററിൻ്റെ ചുറ്റളവേ ഉള്ളൂ. നിങ്ങൾക്ക് റഷ്യയിൽ പോയാൽ നിങ്ങൾ അപ്പുറത്താണ്. നിങ്ങൾ ലിത്വാനിയയിലേക്ക് പോക്കോ, വേറെ ആളാണ്. എസ്റ്റോണിയ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവർ പറഞ്ഞ ലാറ്റ്വിയ എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല. UK ഇരിക്കുന്ന ആൾക്കാർക്ക് ലാറ്റ്വിയ എന്ന് പറഞ്ഞാൽ അറിയില്ല, ജർമ്മൻസിന് അറിയില്ല, ലെറ്റ്ലൻ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. അവരുടെ വാക്കിൽ വേറെയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഔട്ട് ഓഫ് ദി കൺട്രി ആവാൻ നിങ്ങൾ കാർ എടുത്തൊന്ന് പുറത്തു പോയാൽ മതി. നമുക്ക് അത്രയെങ്കിലും ഒരു ഇതുണ്ട്. ഇന്ത്യക്കാർ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്യൻസിന് അവർ കൺസ്യൂമേഴ്സാണ്, അവർക്ക് റിസോഴ്സസ് അധികമല്ലല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇന്ത്യനെ നോക്കാം, നമുക്ക് കൂടുതൽ സ്പൈസസ് ഇല്ലേ. അതെ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നോക്കാം, അവർക്ക് ഓയിലുണ്ട്. ഈ എക്സാമ്പിളായിട്ട് ആഫ്രിക്ക, അവർക്ക് ഗോൾഡ്, ഡയമണ്ട്, എന്നിട്ട് ഒരു പട്ടിണിനാള് അത് രസം. അവരെ കണ്ടുപിടി. അപ്പം അത് മനസ്സിലാക്കണം. ഞാൻ ഫഹദ് ഫാസിൻ്റെ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോവർട്ടി, അതായത് നിങ്ങളുടെ പണക്കാരൻ്റെ എവിടെ ജോലി ചെയ്യാൻ പാവപ്പെട്ടവൻ വേണം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തെങ്ങ് കയറാൻ വന്നുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പം പണക്കാരായി, അവിടെ വീട്ടിൽ വിദ്യാഭ്യാസം ഉണ്ടായി. നമ്മളെന്ത് വിചാരിക്കുന്നത്, അവനൊക്കെ വിദ്യാഭ്യാസം നേടേണ്ടായിരുന്നു. കാരണം ഇപ്പോൾ തേങ്ങ ഇവിടെ വീണ് പോവുകയാണ്, നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും വേണം. അപ്പം നിങ്ങളും മുതലാളിത്തമാണ്. മുതലാളിമാരെന്ന് പറഞ്ഞാൽ എപ്പോഴും സുഖിക്കണം. പാരസൈറ്റ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് പാരസൈറ്റ്സ്, ആരാണ് പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തിരിഞ്ഞു വരും. നമ്മളുടെ ഇപ്പം ഒരാളുടെ സന്തോഷമാണ് ഒരാളുടെ സങ്കടം. അവിടെയാണ് ഈ പറഞ്ഞ ഫിൻലാൻഡൊക്കെ 1ാം സ്ഥാനത്ത് സമാധാനത്തിൻ്റെ പേര് വരുമ്പോൾ ഏതോ ഒരു ഭാഗത്ത് സമാധാനം ഇല്ലാതെ പോകുന്നുണ്ട്. ഇസ്രായേൽ 8ാമതാണ്. അതാ രസം, ഇസ്രായേൽ 8ാമത്. അപ്പോൾ നോക്കണം, ഈ ലോകം നമ്മളോട് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്തതല്ല. എന്ന് വെച്ചാൽ ഈ ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവർ നിയമം ഉണ്ടാക്കി വെച്ചേക്കുന്നു, നമ്മളെപ്പോലെ അടിമകൾ അവർക്ക് വേണ്ടിയിട്ട് എന്താ പണിയെടുക്കുക, അവർ പറയുന്ന കേൾക്കുക. ഇപ്പം നാസ അവിടെയൊക്കെ ഇത് വിട്ടോണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം മൂൺ ലാൻഡിങ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ ടെക്നോളജിക്കൽ എന്തൂസിയാസ്റ്റ് അങ്ങനെ വിചാരിച്ചു. എഞ്ചിനീയേഴ്സിനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ. പക്ഷേ പൊളിറ്റീഷ്യൻസ് അത് സ്റ്റേജ് ചെയ്താൽ എന്ത് ചെയ്യും? ഇപ്പോൾ തുറന്നു പറയുന്ന ആൾക്കാരെ കൊല്ലാൻ നിന്നാൽ എന്ത് ചെയ്യും? തുറന്നു പറയാൻ ആൾക്കാർക്ക് സമാധാനം കൊടുക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. മൈക്കൽ ജാക്സന് ഒരു സോങ് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, ഡോൺ ക്രൈ പലസ്തീൻ എന്ന് പറഞ്ഞ സോങ് എഴുതിയ ആളാണ് മൈക്കൽ ജാക്സൺ. 93 കണ്ട്. അത് പബ്ലിഷ് ചെയ്യേണ്ടത് സോണി മ്യൂസിക് ഒക്കെ ആയിരുന്നു. സോണി മ്യൂസിക് അതിന്റെ മുന്നേ എപ്പിക് മ്യൂസിക്, സോണി അവർ പറഞ്ഞ് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അത് പറ്റില്ല, അടച്ചു വെച്ചു. അത് അവിടെ തന്നെ പോയിട്ടില്ല. അതിനുശേഷം 94 പിഡോഫൈൽ കേസ് വരുന്നു. ആരോ വന്ന് എന്ന് വെച്ചാൽ അയാളും സമ്മതിച്ചില്ല, കുട്ടി സമ്മതിച്ചില്ല, അയാളുടെ പേരൻറ് സമ്മതിച്ചില്ല. അതിൽ വേറെ രസം എന്താ വെച്ചാൽ ഇതിന് പ്രൂഫ് ഒന്നുമില്ല. അതാ പറഞ്ഞത്, അവർ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആരോ വന്നിട്ട് എന്തോ ഒരു കേസ് പൈസ കൊടുത്ത് ഒതുക്കി തീർത്തിട്ട് കേസ് 23 മില്യൺ അത് പറഞ്ഞ കേസ് ഒതുക്കി തീർത്ത് ആരോ വന്ന് പോയി. മൈക്കിൾ ജാക്സൺ മിണ്ടില്ല, കാരണം മിണ്ടാൻ പറ്റില്ല. അത് നിങ്ങൾ അവരെ ഭരിക്കുന്നതൊക്കെ ഇപ്പം കാൻഡേ വെസ്റ്റ് ആണെന്ന് തോന്നുന്നു. ആൾ പറഞ്ഞിട്ടുണ്ട് ഈ മ്യൂസിക് ഇൻഡസ്ട്രീസ് എല്ലാം ഭരിക്കുന്നത് ജൂയിഷ് അല്ലെങ്കിൽ സയനിസ്റ്റ് ലോബികളാണെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റുന്നല്ലോ ഇപ്പോഴത്തെ കാലത്ത്. ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ചെയ്യുന്നത് എങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എന്തുകൊണ്ട് റിലീജിയൻ ആക്രമിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്നത് നിങ്ങൾ മതം ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കാം. മതം ഇഷ്ടപ്പെടാത്ത ആർക്കാണ് ഷെയ്ത്താനാണ്. പിശാചിന് ദൈവത്തോടൊരിക്കലും സന്ധി തരാൻ പറ്റില്ല. അവരാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ ആൾക്കാരുടെ ഇടയിൽ മോശക്കാരനാക്കുക. അവിടെയാണ് ഈ ഇസ്ലാമിന് എന്തുകൊണ്ട് ഇത്രയും പവർ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം എന്ത് കാര്യത്തിനും പ്രതികരിക്കുന്ന ആളാണ്. മറ്റുള്ളവർക്ക് പ്രതികരിക്കണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പം ഇസ്ലാമിൽ ഇപ്പോൾ വരുന്നുണ്ട് ഈ പള്ളി കമ്മിറ്റിക്കാർ ഈ പറഞ്ഞ കുടുംബ കമ്മിറ്റി ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് വസ്തു വാങ്ങിച്ച് കബറടക്കാൻ അവർക്ക് വേണ്ടി സ്ഥലം വാങ്ങിക്കുക. അപ്പോൾ ബാക്കി പാവങ്ങൾ എന്ത് ചെയ്യും? സോഷ്യലിസം ഇല്ലേ? കബറടക്കാൻ നിങ്ങളല്ലല്ലോ, നമ്മളല്ലേ കബറടക്കേണ്ടത്. ഇപ്പം റിസ്വാൻ മരിച്ചാൽ ഞാനാണ് അടക്കേണ്ടത്, എൻ്റെ കടമയാണ്. അത് നിങ്ങൾ വാങ്ങിച്ച ഭൂമിയിൽ തന്നെ അടക്കണമെന്ന് പറയുമ്പോൾ എന്താണ് അത് ആശയല്ലേ? കാരണം നിങ്ങൾ മരിച്ചു പോകുമ്പോൾ നിങ്ങളിപ്പോൾ മരിക്കുന്നത് നിങ്ങളുടെ നാട്ടിലാവണമെന്നില്ല. ഇവിടെ ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം നിങ്ങൾ എവിടെ മരിക്കുന്നു അവിടെ അടക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങളെ ഇങ്ങനെ മമ്മിഫൈ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ ഭൂമി വാങ്ങിച്ചിട്ടാൽ ഇത് എന്നെ അടക്കണം എന്നുള്ളൊരു വാശിയിലേക്ക് വരുന്നത് വേറെ എന്തോ കണ്ടുകൊണ്ടാണ്. ക്രിസ്ത്യാനിറ്റിയിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റി നിയമങ്ങൾ മാറ്റി എഴുതും സൗകര്യത്തിനനുസരിച്ച്. ഇപ്പോൾ അവർക്ക് പന്നി കഴിക്കാൻ പാടില്ല, ആൽക്കഹോൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിബന്ധനകൾ, പലിശ പാടില്ല, യൂസറി പാടില്ല,
പ്രോസ്റ്റിറ്റ്യൂഷൻ പാടില്ല എന്ന് പറയുന്ന ഒരുപാട് കഥകൾ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ജീസസുമായിട്ട് ഒരിക്കലും അകലത്തിലല്ല, നമ്മൾ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അയാൾ കൊണ്ടുവന്നൊരു മതത്തിൽ പന്നി കഴിക്കാം, കള്ളു കുടിക്കാം എന്നൊക്കെ പറയുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കാം. അതിനുശേഷം ബൈബിൾ, അതുകൊണ്ടാണ് ബൈബിൾ ഒരിക്കലും തോറയെ നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷേ ബൈബിളിനെ അല്ലെങ്കിൽ ഇഞ്ചീലിനെ നമ്മൾ അംഗീകരിക്കുന്നു, ബൈബിളിനെ അംഗീകരിക്കുന്നില്ല. കാരണം പിന്നീട് വന്ന ആൾക്കാർ, രാജാക്കന്മാർ, ക്രൂസിഫൈഡ്, അതായത് യൂറോപ്യൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ക്രൂസിഫിക്കേഷൻ ചെയ്തത്. അത് കാണണമെങ്കിൽ നിങ്ങൾ യൂറോപ്പിൽ എവിടെയെങ്കിലും പൊക്കോ, ഒരു പള്ളിയിലും ആളില്ല. ഞാനിത് നുണ പറയുക അല്ലെങ്കിൽ ഇത് ഇസ്ലാമിനെ പൊക്കി പറയാൻ വേണ്ടി പറയല്ല. ഞാൻ പാരീസിലേക്ക് പോയി, ഫ്രാൻസിൽ പോയപ്പോൾ അവിടെ ഒരു ചർച്ച് ഓഫ് ഹേർട്ട് എന്ന് പറഞ്ഞിട്ട് പള്ളിയുണ്ട് ഒരു പൊക്കത്തിൽ, അങ്ങനെ ആ പേരൊന്നും എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നല്ല കാണാൻ ഭയങ്കര ഭംഗി. മുകളിൽ ചെന്നു, രാത്രിയായി. അപ്പോൾ അവിടെ ഒരു മാസ് നടക്കുന്നുണ്ടായിരുന്നു, പ്രാർത്ഥന. അപ്പം പള്ളിക്ക് അകത്തുള്ള ആളിനെക്കാട്ടിലും പള്ളിക്ക് പുറത്തുനിന്ന് ഒരാൾ ഗിത്താർ വായിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ആൾക്കാർ കൂടുതലും, പള്ളിക്ക് അകത്ത് കുറവ്. പുറത്ത് എന്ന് വെച്ചാൽ അവിടെ പാറ്റുപാടി നടക്കുന്നുണ്ട്, കള്ളു കുടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. പള്ളിയുടെ ചുറ്റുമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പോയി കണ്ടോ? അവിടെ നിന്നല്ല, ഇവിടെ എവിടെയെങ്കിലും പോയി കണ്ടോ? പള്ളിയുടെ പുറത്ത് ഈ പറഞ്ഞ ബാൻഡ് അവർ കൈയടിക്കുന്നുണ്ട്, പക്ഷേ പള്ളിക്കകത്ത് ആളില്ല. പള്ളിക്കകത്ത് മുഴുവൻ ടൂറിസ്റ്റുകളാണ്. ഞാൻ ടൂറിസ്റ്റാണ്, എൻ്റെ കൂടെ വന്ന് 3-4 പേരുണ്ട്. ഞങ്ങൾ പുറകിലെ ബെഞ്ചിൽ പോയിരുന്നു, ക്യാമറ പോലും എടുത്തില്ല. കാരണം മര്യാദ കാണിക്കണമല്ലോ ഒരു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ. എന്നാൽ അവിടെ വരുന്നവരെല്ലാം ഇങ്ങനെ ക്യാമറയും കൊണ്ടാണ് ഇങ്ങനെ കയറി വരുന്നത്. ഡോമൊക്കെ അറിയാലോ, ഇവിടുത്തെ ആർക്കിടെക്ചർ, ബറോക്കും ന്യൂ ആർക്കിടെക്ചറെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അവർ ആൾത്തറയിലെടുത്ത് അവിടെ കിടപ്പം ഇങ്ങനെ പോയി ഫോട്ടോ എടുത്ത് ഇങ്ങനെ പോവുക. അച്ഛനും കാണുമ്പോൾ അറിയും നമുക്ക് ആകെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അവസാനം അത് കഴിഞ്ഞു. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, ഞായറാഴ്ച ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾ വരണം, പ്രാർത്ഥനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോയി. അതിനുശേഷം ഈ പറഞ്ഞ സാധനത്തിൻ്റെ ലെറ്റർ പുറത്ത് അതിൻ്റെ സിസ്റ്റർ അവിടെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നമ്മൾ വാങ്ങിച്ചു. അതിൽ പറഞ്ഞത് ഈ പറഞ്ഞ സാധനം നിങ്ങൾ വരണം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കലാണ്. ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ പള്ളിക്കകത്ത് പുറത്ത് എത്ര ആളുണ്ട്, അവിടെ ആഘോഷം നടക്കുന്നുണ്ട്, പക്ഷേ പള്ളിക്കകത്തൊരു സെക്കൻഡ് പോലും വന്നിരിക്കാൻ അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് യൂറോപ്യൻസ് ഇല്ല. എന്ന് വെച്ചാൽ യൂറോപ്യൻ കൺട്രീസ് ക്രിസ്ത്യൻ കൺട്രീസ് ആണെന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം. ജനിച്ചു വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഒരു കുരിശിട്ടിട്ടാണ് വരുന്നതെങ്കിലും നിങ്ങൾ മതം ഫോളോ ചെയ്യുന്നുണ്ടോ? ഒരിടത്തുമില്ല. ഇപ്പോൾ പള്ളികളെല്ലാം ബാറുകളാക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതൊന്നും ഞാൻ മതത്തെ കുറ്റം പറയല്ല, മതം എങ്ങനെ ഫോളോ ചെയ്യുന്നു, ക്രൂസിഫിക്കേഷൻ എങ്ങനെയാണ് അടിച്ചമർത്തപ്പെട്ടതെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ക്രൂസൈഡ്സുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ബലം പ്രയോഗിച്ചാണ് മതം മാറ്റുന്നത്. അത് കാണാനുണ്ട് യൂറോപ്പിൽ നല്ല രീതിയിൽ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ ഉസ്താദ് പറയാണ്, എല്ലാവരും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പറയണം, വെള്ളിയാഴ്ചകളിൽ നിസ്കാരമുണ്ട്, നിങ്ങൾ വരണേ എന്ന് പറഞ്ഞ് നമുക്കൊരു റിമൈൻഡറും തന്ന് തലേ ദിവസം വിളിച്ചും പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമുക്കങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് പള്ളിയിൽ ആൾക്കാർ വരാതിരുന്നാൽ അത്ര നല്ലത്, കാരണം സ്ഥലമില്ല, നിൽക്കാൻ സ്ഥലമില്ല. അപ്പം നമ്മൾ നോക്കുന്നത് എന്താ, നമുക്ക് നമസ്കാരത്തിന് സമയങ്ങൾ സൂര്യൻ്റെ സമയമാണ്, ആ സമയങ്ങൾ നോക്കി നമ്മൾ സമയം സെറ്റ് ചെയ്യുന്നു. അത് ഉസ്താദ് തുടങ്ങുന്നത് ഉസ്താദ് അറിയണ്ട, ആൾക്കാർ വന്നോ ഇല്ലെന്ന് അറിയണ്ട, അദ്ദേഹം സമയം കഴിഞ്ഞ് തുടങ്ങും. നമ്മൾ മിക്കവാറും പുറത്ത് നിന്ന് നിസ്കരിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അത് ഇസ്ലാമിൽ ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം, ഇസ്ലാം മതം ഒരാളെ അടിച്ചേൽപ്പിച്ചല്ല, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. അല്ലാതെ നിങ്ങൾ ഒരാളെ കാണിക്കാനോ വേണ്ടിയിട്ടല്ല നിസ്കരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ആരും അതിൻ്റെ പേരിൽ പൈസ തരണ്ട. എന്നാൽ മറ്റുള്ള മതങ്ങളിൽ അങ്ങനെ ആയി പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ റിസ്വാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് പറയാണ്, നിങ്ങളുടെ പെണ്ണിൻ്റെ വാപ്പയെ നിങ്ങൾക്കൊന്ന് ഇമ്പ്രസ് ചെയ്യണമെന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കാം, അവരുടെ നാട്ടിലൊരു പള്ളിയിൽ പോയി നിസ്കരിച്ചേക്കാം. നിസ്കരിക്കുന്നു, അവിടെ കുറേ നേരം ഇരുന്ന് ഖുർആൻ ഓതുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അതിനുശേഷം കെട്ടിപ്പിടിക്കുന്നു, എന്തൊക്കെ അതൊക്കെ ചെയ്യുന്നു. എല്ലാം ചെയ്യുമ്പോൾ വിചാരിക്കുമ്പോൾ ഇത്രയും വലിയൊരു ദീനുള്ള മനുഷ്യനില്ല വിചാരിക്കും. എങ്കിൽ നിങ്ങൾക്ക് പെണ്ണിനെ കിട്ടി, നിങ്ങൾക്ക് വാപ്പായെ കിട്ടി, പക്ഷെ നിങ്ങൾക്ക് ആ നിസ്കാരം കിട്ടില്ല. അതിൻ്റെ വലിയ ശിക്ഷയുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം പോലും നിങ്ങൾക്ക് വേണ്ടി ആവരുത്, അപ്പുറത്തേക്കുന്ന ആൾക്കാരും ആവരുത്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ദൈവത്തിനാവണം. നിങ്ങൾ ബലി കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്, നിങ്ങൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ ദൈവം എടുക്കണം, നിങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന്. അതായത് ഹജ്ജിന് പോകുമ്പോൾ നമുക്ക് അപ്പുറത്തൊരു പെണ്ണിനെ കാണുമ്പോൾ ഇഷ്ടം തോന്നിയാൽ നമ്മുടെ ഹജ്ജ് സ്വീകരിക്കത്തില്ല. കടം വാങ്ങിച്ചിട്ട് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഖബറിൽ ശിക്ഷയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കടം ആരെങ്കിലും ഏറ്റെടുക്കണം. ഒന്നാലോചിച്ച് നോക്കും, മരിച്ചു പോകുന്ന സമയത്ത് നിങ്ങളത് പറയാണ്, ആരെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് വന്ന് വാങ്ങിച്ചോണം, കാരണം എൻ്റെ ബാധ്യതയാണ്, ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്ന ഒരു മതം നിങ്ങൾ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? അതല്ലേ മതം പറയുന്ന നന്മകൾ ഇതല്ലേ. അപ്പം നന്മകളല്ലേ പറയേണ്ടത്, അല്ലാതെ മതത്തിൻ്റെ കുറ്റങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് എക്സെപ്റ്റ് ചെയ്ത് കാണിക്കണ്ടല്ലോ. ചെറിയിപ്പിക്കുക, ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ചതിന് ശേഷം പറയാം, ഓ കണ്ട മതം മൊത്തം പ്രശ്നമാണ്. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? തലപ്പാവുള്ള ആളെ കൊണ്ടുവരും. ഞാൻ പഴയ സിനിമകളൊക്കെ എടുക്കുക, സൈന്യം എന്ന സിനിമയ്ക്കകത്ത് കാണിക്കുമ്പോൾ എല്ലാം മുസ്ലിം പേരുകൾ, തലപ്പാവുണ്ട്, തൊപ്പിയുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ആ വാക്കുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ RSSൻ്റെ ലോബികളാണ്. എന്ന് വെച്ചാൽ അത് വിശ്വസിക്കാൻ കുറേ വിവരക്കേണ്ട. എന്ന് വെച്ചാൽ
ഇൻ്റർനെറ്റ് ഇത്രയും റിസോഴ്സ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഖുർആൻ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ChatGPT ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓപ്പൺ ആണ്. ഇതൊന്നും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് തലച്ചോറില്ലേ? 7 വയസ്സായി കഴിഞ്ഞാൽ കുട്ടിയെ നമ്മൾ പറയണം നിസ്കരിക്കാൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? നിങ്ങൾ ജനിച്ച എങ്ങനെ ആയിക്കോട്ടെ, മതം ഫോളോ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ കേൾക്കുന്നത് സത്യമാണോ, നിങ്ങളെ പറ്റിക്കുവാണോ, അതെങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കിക്കൂടെ? അപ്പം മതമാണോ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതം അതിനു വേണ്ടി ഞാനൊരു ഇത് അയച്ചെന്നായിരുന്നു. എന്താ എൻ്റെ പേര്, ഒരു പ്രോംപ്റ്റ് അയച്ചായിരുന്നു. അത് വേണമെങ്കിൽ ആർക്കും നോക്കാം. ഐ വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ടാക്ടിക്സ് ആൻഡ് മെത്തേഡ്സ് പീപ്പിൾ യൂസ് ടു ടേൺ അതേഴ്സ് അഗെയിൻസ്റ്റ് റിലീജിയൻ. അതായത് നിങ്ങൾക്ക് മതത്തിനെയോ അല്ലെങ്കിൽ ദൈവത്തിനെതിരെയോ തിരിയാൻ ആൾക്കാരെ പ്രേരിപ്പിക്കണമെങ്കിൽ അതിനുള്ള ടാക്ടിക്സും മെത്തേഡ്സും എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്നു, എന്തെങ്കിലും കുറച്ച് ലിസ്റ്റ് തരാൻ പറ്റുമോ? മാനിപ്പുലേഷൻ ടെക്നിക്സ് എന്താണ്, ലോജിക്കൽ ഫാലസീസ് എന്താണ്, മിസ് ഇൻഫർമേഷൻ എന്തൊക്കെയാണ്? സാധാരണ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ChatGPT ചോദിച്ച സമയത്ത് നിങ്ങളൊരു ഈവിളായിരുന്നെങ്കിൽ, നിങ്ങളൊരു ഷെയ്ത്താനായിരുന്നെങ്കിൽ ജനങ്ങളെ എങ്ങനെ ഇതിന് തെറ്റിക്കുമെന്ന് ചോദിച്ചു മതത്തിൽ നിന്ന്. പറയാം, അങ്ങനെയൊന്നും പറയരുത്, അതെൻ്റെ പണിയല്ല. ഒരു ഹാർഷായുള്ള രീതിയിലാണ് പറയുന്നത്. ഇതെൻ്റെ പണിയല്ല, നിങ്ങൾ ചോദിച്ചത് തെറ്റിപ്പോയി, ഞാൻ മറുപടി ചെയ്യത്തില്ല, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഇതാണ് ചോദിച്ചത്, ടാക്ടിക്സും മെത്തേഡ്സും അറിയലാണോ താല്പര്യം, അതോ ഈവിളായി നിൽക്കലാണോ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് പ്രോംപ്റ്റ് ചെയ്തു. അപ്പം പറയുന്നത് വെച്ചാൽ കുറേ സാധനം പറഞ്ഞിട്ട്, അതായത് മതത്തിൽ നിന്നും ആൾക്കാരെ ദൈവത്തിൽ നിന്നും തെറ്റിക്കുന്നതാണ്. അതിനകത്തുനിന്ന് ഒന്ന് സ്ട്രോമാനാണ്, മിസ് റെപ്രസെൻറ്റിങ് എ ബിലീഫ് ടു മേക്ക് ഇറ്റ് ഈസിയർ ടു അറ്റാക്ക്. എന്ന് വെച്ചാൽ അതിൻ്റെ ഉദാഹരണം പറയുന്നത്, റിലീജിയസ് സേ ഡോണ്ട് തിങ്ക് ഫോർ യുവർ സെൽഫ് വെൻ ദ റിലീജിയൻസ് ആക്ച്വൽ ടീച്ചിങ് ഈസ് അബൌട്ട് ഫെയ്ത്ത് പ്ലസ് റീസൺ എന്ന് പറയുന്നത്. പോയിൻ്റ് ഔട്ട് ദി എന്ന് വെച്ചാൽ മിസ് റെപ്രസെൻറ്റേഷനും കോട്ടും ഒറിജിനൽ ക്ലെയിമിൽ നിന്ന് അടർത്തിയെടുക്കുക. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് പറഞ്ഞ ചെറിയ പിക്കിങ്ങിലൊക്കെ അതിൻ്റെ ഒരു ഇതാണ് സ്ട്രോമാൻ എന്ന് പറഞ്ഞ സാധനം. രണ്ടാമത് അറ്റാക്കിംഗ് പീപ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് എൻഗേജിങ് ദ ബിലീഫ്, ഡോണ്ട് ലിസൺ ദെയർ ലീഡേഴ്സ് ഹാഡ് ആൻ അഫയർ. ഇപ്പോൾ ഉദാഹരണം, ഒരാളിലേക്ക് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ പറഞ്ഞ് നിങ്ങൾ അവർ വിശ്വസിക്കരുത്, നിങ്ങൾ ആ മതം അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പം നമ്മളറിയാമല്ലോ, നമ്മുടെ കേരള സ്റ്റോറി, ശാലിനി ഉണ്ണകൃഷ്ണൻ എന്ന് പറഞ്ഞ സാധനം, ഉണ്ണിയപ്പൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന സാധനം, അവർക്കൊക്കെ അത് പറയാൻ വേണ്ടിയിട്ട് ഒരു കേരളത്തിലേക്ക് എത്തേണ്ടി വന്നു. കാരണം കേരളം അവർക്ക് പിടിച്ചിടാൻ പറ്റാത്ത സാധനമാണ്. അതിന് അവർക്ക് പറയേണ്ട വന്നത് മതമാണ്. നമ്മളിവിടെ അങ്ങനെ മതം മാറ്റി കളിക്കുക, ഇങ്ങനെ എല്ലാവരും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ മതം മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ള ഇതാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഇൻസിഡൻസിൻ്റെ ബേസിൽ 1-2 പേര് ചെയ്തതിൻ്റെ പേരിൽ ഒരു മൊത്തം നാടിനെയും മൊത്തം മതത്തെയും അത് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വപ്നത്തിൽ കാണാത്ത നാടുകളാണ് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻസ്. എന്ന് വെച്ചാൽ നമ്മൾ തേന്മാവിൻ കൊമ്പത്തിൽ എങ്ങനെയാണോ നമ്മൾ കണ്ടത്, നാട്ടിൻപുറം എങ്ങനെയാണോ, അവിടുത്തെ നാട്ടിൻ്റെ രീതികൾ എങ്ങനെയാണോ, അതുപോലെ ഓടുന്ന ഒരുപാട് നാടുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ ഈ അടുത്ത് ഒഡീഷയിലുള്ള ഒരാളുടെ PCC ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അയാളെ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പം അയാളുടെ വീട്ട് അഡ്രസ്സ് ഇല്ല, പഞ്ചായത്തുണ്ട്, വീടില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളൊരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എങ്ങനെ വരും? അത് ആ പോസ്റ്റ്മാൻ അറിയാം ഞങ്ങളെ, കാരണം ആ ഫാമിലി 2000 കുടുംബങ്ങളേ ഉള്ളൂ, ആ 2000 പേരെ അയാൾക്കറിയാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പാസ്പോർട്ട് ഓഫീസുകാർ എങ്ങനെ ഇത് അംഗീകരിച്ചു? കാരണം ഇത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് എവിടെ ഇൻ്റർനാഷണൽ പോകുകയാണെങ്കിൽ നിങ്ങളുടെ ഹോം അഡ്രസ്സ് എന്ന് സാധനമില്ലേ, പഞ്ചായത്തിൽ എത്തിയിട്ട് ആരെടുത്ത് ചോദിക്കാനാണ്? നമ്മളിത് അബുവാസിൻ്റെ വീടാണെന്ന് ചോദിക്കാൻ പറ്റുമോ? അയാൾക്കൊരു ലൊക്കേഷൻ വേണ്ടേ? ഞാനിപ്പോൾ ഇരിക്കുന്നതിനകത്ത് കൃത്യമായി കത്ത് വേണ്ടേ? ആരും ചോദിച്ചടക്കാൻ പോവാം. അപ്പം പാസ്പോർട്ട് ഓഫീസിലും കുഴപ്പമില്ല, അവരും അടിച്ചു കൊടുത്തു. പാസ്പോർട്ടിൽ ഇപ്പോൾ അയാളുടെ പേര് പഞ്ചായത്ത് അഡ്രസ്സാണ്, പഞ്ചായത്തിൽ എവിടെയോ താമസിക്കുന്നുണ്ട്. അത് ചോദിക്കണമെങ്കിൽ അയാളുടെ അച്ഛൻ്റെ പേര് ചോദിക്കണം. അപ്പോൾ അവിടെ പോയി സംസാരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ 2000 പേരുള്ള കുടുംബം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും അതറിയാം. കാരണം എന്താ, ഞങ്ങൾ ഗ്രാമസഭയുണ്ടല്ലോ, അതിലൊരു നേതാവുണ്ട്. ആ നേതാവ് ഏത് പാർട്ടിയിലാണോ എല്ലാവരും വോട്ടും അങ്ങോട്ടാണ്. അതിപ്പോൾ BJP-യാണ്. മനസ്സിലായോ? എങ്ങനെയാണ് BJP മറ്റുള്ള സംസ്ഥാനങ്ങൾ വിജയിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഗ്രാമം പിടിച്ചാൽ മതി, കംപ്ലീറ്റ് വോട്ടും ആർക്ക് കിട്ടും. കാരണം ഒരു ലീഡറേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അയാൾ പറയുന്നതാണ്. അയാളാണ് ഇവിടുത്തെ പോലീസ്, അയാളാണ് ഇവിടുത്തെ പട്ടാളം, എല്ലാം അയാൾ തന്നെ. പോലീസുകാർ അങ്ങോട്ട് കയറത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പോലീസുകാരെ ഞങ്ങൾക്ക് പേടിയില്ല. സോ ഇയാളാണ് തീരുമാനിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു മന്ത്രിയാണ് അയാൾ. എന്ന് വെച്ചാൽ അവിടുത്തെ നാട്ടിലെ മന്ത്രിയെ പോലെയാണ് അയാൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് അറിയാം. അപ്പോൾ ഇത് കാണാൻ വേറെ രാജ്യത്തിനൊന്നും നമുക്ക് പോകണ്ട, വേണ്ട, നമ്മുടെ നാട്ടിൽ മതി. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം നമ്മളെ മലയാളികളോട് ചോദിക്കണം. മലയാളി ആ BJP-യും RSSനെയും ചുമക്കുന്ന മലയാളികളുടെ കാര്യം പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള നാടുകളെ നിങ്ങൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ അവരുടെ സംസ്കാരവും നിങ്ങളും
എത്ര വർഷം പുറകിലാണ് എന്ന് മനസ്സിലാക്കുക, എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അവർ പറയാണ്, അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഗ്രൂപ്പിനെ BJP-കാർ ആ കുടുംബത്തിനകത്ത് അവർക്ക് ചിലപ്പോൾ മുസ്ലിംസ് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യാനി ഉണ്ടാവില്ല. അവരുടെ കമ്മ്യൂണിറ്റിയിലായിരിക്കും എപ്പോഴും ഇങ്ങനെ ഒതുങ്ങി താമസിക്കും. അതാണ് ഫാസിസത്തിൻ്റെ ഒരു അടയാളം. എന്നിട്ട് അവർ പറയും നിങ്ങൾ വെറുക്കണം കേട്ടോ, അവരെ നിങ്ങൾ ഇഷ്ടപ്പെടരുത്, അവർ നിങ്ങളെ കൊല്ലും. ഇപ്പം സവർക്കർ പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങനെ അടുത്ത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ, അയാൾ പറഞ്ഞാണ് കേരളത്തെക്കുറിച്ച് അയാളുടെ ഒരു നോവൽ എന്തോ പബ്ലിഷ് ചെയ്തു, നമുക്കുള്ളതല്ല അവർ മറ്റുള്ളവർക്കാണ്, അവരവിടെ ഏൽക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞൊന്നുമില്ല, ഒരു ഉമ്മയുണ്ട്, ആ ഉമ്മ വൈകുന്നേരമായി കഴിഞ്ഞാൽ കൊച്ചിൻ്റെ കയ്യിൽ തീപ്പന്തം കൊടുത്ത് വീടുകളിലേക്കെല്ലാം കൊല്ലാൻ വിട്ടുകളയും. നമ്മൾ ചിരിക്കേണ്ട സാധനം എന്ന് അറിയിച്ചാൽ അത്രയും പറയാൻ ഒരാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്, നുണ പറയാൻ. എന്നിട്ട് അവിടുത്തെ ഇങ്ങനെ ആൾക്കാർ അത് വായിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആൾക്കാർക്ക് എന്താ ചിന്തിക്കുന്നത്, മുസ്ലിം കുടുംബങ്ങളിലുള്ള ആൾക്കാരെല്ലാം ഹിന്ദുക്കളെ ചുട്ടുകൊല്ലുകയാണ് എന്നല്ലേ വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന, അല്ലെങ്കിൽ അവിടെ ജനിച്ചു വീഴുന്ന ഈ പറഞ്ഞ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഉള്ള ആൾക്കാർ ഏത് അയൽക്കാരുമായിട്ടൊരു ബന്ധവുമില്ലാതെ വേറൊരു കമ്മ്യൂണിറ്റിയായിട്ട് സംസാരിക്കാതെ, ഞാനത് തന്നെ ഇവിടെ ചാറ്റ് മെസ്സേജ് കൊടുത്തപ്പോൾ പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാത്തൊരാളുടെ നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, നിങ്ങൾ ഫേസ്ബുക്കിലിരുന്ന് പോസ്റ്റ് ചെയ്താൽ, നിങ്ങൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയ ഒരാൾ നിങ്ങളെപ്പോലെ ഇരിക്കാത്ത വേറെ ആൾ സംസാരിക്കുക. ഇപ്പം നമ്മൾ ബ്ലാക്സിനെ കാണുമ്പോൾ, സുഡാനി ഫ്രം നൈജീരിയ, ബ്ലാക്സിനെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്, കാരണം നമ്മളറിയാത്ത, നമ്മുടെ മുഖഷേപ്പ് ഇല്ലാത്ത ഒരാൾ. ഇവിടുത്തെ കുട്ടികൾ നമ്മളെ കാണുമ്പോൾ വാ പൊളിക്കും, കാരണം നമ്മളെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം റീഗല് ഞാൻ പറഞ്ഞ പുറത്തെ സിറ്റികളിലേക്ക് പോകുകയാണെങ്കിൽ അവരിങ്ങനെ വായും പൊളിച്ചിരിക്കും, നിങ്ങൾ എവിടുന്ന് വന്ന്, കാരണം നമ്മുടെ സ്കിൻ ടോൺ ബ്ലാക്കും അല്ല വൈറ്റും അല്ല, രണ്ടിൻ്റെ ഇടയിലായി പോയി. ഇതൊരു എക്സാമ്പിൾ, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് വെൻഡിസ് പിൽസ് പോയിരുന്നു, ഇവിടുന്ന് ഔട്ടർ ഫസ്റ്റ് ക്യാപിറ്റൽ ഡോഗോപിൽസ്. അപ്പോൾ അവിടെ പോയിട്ട് ഫസ്റ്റ് അവരെ കുട്ടികൾ എല്ലാവരും ഞങ്ങളോട് വെച്ച് നിങ്ങൾ എവിടുന്നാ വരുന്നത്, അവർ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. എന്തിനാ പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ബ്ലാക്ക് വന്നാൽ തന്നെ, ഇപ്പം ഞാൻ ഇന്ന് നിസ്കരിച്ചത് ഒരു ബ്ലാക്കിൻ്റെ പുറകിൽ നിന്നാണ്, അഭിമാനമല്ലേ നമുക്കൊരു. കാരണം നമ്മളെ ലീഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിലേക്കാണ്, നിങ്ങളുടെ നിറത്തിലേക്കല്ല. എന്ന് പറഞ്ഞാൽ ഞാനിന്ന് നിസ്കരിച്ച അയാളുടെ ഖുത്ബ കേട്ടിട്ടാണ്, അയാളുടെ പുറകിലാണ് നിസ്കരിച്ചത്. എന്ന് വെച്ചാൽ എൻ്റെ ലീഡർ അയാളായിരുന്നു. അപ്പോൾ നാളെ ഇപ്പോൾ നമ്മൾ അമ്പലത്തിലെ പറയുന്നില്ലേ പൂജാരി, ആ പൂജാരി അവൻ താഴ്ന്ന ആൾക്കാരൻ, അവനെ ഒരു പെണ്ണ് പറയുന്നുണ്ട് ചൂലും അരി അടിക്കണമെന്ന് എന്ത് പറയുന്നുണ്ട്. ഒരു പ്രീസ്റ്റ് ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളോട് പറയേണ്ട വർത്താനം എന്നത്. അത് നമ്മളായിരുന്നെങ്കിലോ, ഇപ്പം ബ്ലാക്ക് നീ ഇറങ്ങിപ്പോടാ ഞങ്ങൾ നിസ്കരിക്കാം, നീ ഇപ്പോൾ വന്നതല്ലേ, ഞങ്ങൾക്കാണ് സീനിയോറിറ്റി എന്ന് പറഞ്ഞ് നമ്മളെ ഇറക്കി വിട്ടാൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ അടിക്കും. കാരണം ഇസ്ലാമിൽ അത്രയും പൊസിഷനുണ്ട് അവർക്ക്, അല്ലേ. കാരണം പുതുതായിട്ട് വരുന്ന ഇസ്ലാമിലേക്ക് വരുന്ന ഒരാൾക്ക് ഭയങ്കരമായ പവറുണ്ട് നമ്മളെക്കാട്ടിലും. എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്പീരിയൻസോ ഇവിടെ ഒന്നും വേണ്ട, ഇസ്ലാമിൽ നിങ്ങൾ എത്ര വർഷമുണ്ട്, നിങ്ങളുടെ പള്ളി കമ്മിറ്റി അതൊന്നും നമ്മൾ നോക്കണ്ട, ഒന്നും നോക്കണ്ട. നിങ്ങളുടെ പടച്ചവനോട് ചെയ്യുന്നതാണ്, നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി, ഇവിടെ ആര് ചെയ്യുന്നൊന്നും പ്രശ്നമില്ല. അപ്പോഴാണ് മറ്റൊരു പറയുന്നത് ആ പ്രീസിനെ ചവിട്ടി പുറത്താക്ക്. എന്നിട്ടാണ് പറയുന്നത് ഇസ്ലാം മോശമാണെന്ന്. കടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കടം നിങ്ങൾ ചോദിച്ച് പറയണം. നിങ്ങൾ ആരെങ്കിലും, നമുക്കറിയാം മരിച്ചു പോയി കഴിഞ്ഞാൽ ആർക്കും കടം തിരിച്ചു ചോദിക്കാനൊക്കെ മടിയായിരിക്കും, കാരണം മരിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവിടെ ഇസ്ലാമാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം, എൻ്റെ ബാധ്യതയാണ്, നിങ്ങൾ കൊടുക്കാതിരിക്കരുത്, കാരണം ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ കുറ്റം വരും. നിങ്ങൾ ആരാണ് ഞങ്ങൾക്ക് അറിയത്തില്ല, കടം ആരൊക്കെ വാങ്ങിച്ചെന്ന് അറിയത്തില്ല, ആർക്കും വരാം, തെളിവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഇത്രയും സുന്ദരമായൊരു ആ മതങ്ങളെല്ലാം ഇത് തന്നെ പറയുന്നത്. ഉള്ളവനില്ലാത്ത കൊടുക്കുക, ഒരു കൈ കൊടുക്കുന്ന ഒറ്റ കയറിയത് എന്നൊക്കെ പറയുന്ന മതങ്ങളാണ്. നിങ്ങൾ പറ, ഏത്തിസ്റ്റുകൾ പറഞ്ഞൊരു കാര്യം പറ, ഈവിൾ വർഷിപ്പ് പേഗനിസം പറഞ്ഞൊരു കാര്യം പറ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നല്ല ആൾക്കാർ നിങ്ങൾ നമ്മൾ സ്നേഹിക്കൂ, മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യൂ? കമ്മ്യൂണിസം പറഞ്ഞിട്ടുണ്ടോ? സോഷ്യലിസം പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറയാതെയാണ് ഈ പറഞ്ഞത്. ക്യാപിറ്റലിസ്റ്റുകൾ പറയുന്നത് മറ്റവൻ്റെ ഇങ്ങോട്ട് എടുക്ക് നമുക്ക് നോക്കാം. ഇമ്പീരിയലിസം, സോഷ്യലിസം, ക്യാപിറ്റലിസം, ഈ പറഞ്ഞ നാസിസം, ഫാസിസം, ഇതൊക്കെ പറഞ്ഞതെല്ലാം ഇത് തന്നെ. അത് നന്മ എവിടെ പറഞ്ഞത്? എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങളാണ് ലോകത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം, നിങ്ങളെല്ലാം ഭരിക്കേണ്ട ഞങ്ങളാണ്. അതെങ്ങനെ ശരിയാവുന്നത്? കമ്മ്യൂണിസത്തെ ഇസ്ലാം എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് വെച്ചാൽ ഇതാണ് മറുപടി. ഇസ്ലാം മറ്റുള്ളതിൽ നിന്ന് ആൾക്കാരെ യോജിപ്പിക്കുന്നു. അവിടെയാണ് ഈ പറഞ്ഞ ഫാസിസം എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോഴാണ്. വെൻ യു ഷട്ട് അപ്പ് ഫാസിസം വെൽക്കം. അവിടെയാണ്, അങ്ങനെയാണ് ഹിറ്റ്ലർ, രണ്ടാരും പറയാം എങ്ങനെയാണെന്നുള്ളത്. ഫാസിസം വരുന്നത് നിങ്ങൾക്ക് പ്രതികരണമില്ലാത്ത. നമ്മൾ എത്രയോ ഹർത്താൽ കണ്ടിട്ടുണ്ട്, സമരങ്ങൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ എവിടെ കാണുന്നുണ്ട്? കാരണം നമ്മളെ സംബന്ധിച്ച് അതിനൊന്നും സമയമില്ല, നമ്മളെ ബാധിക്കാത്തതുകൊണ്ടൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്നത് എന്തിനാ പൊളിറ്റിക്സിലേക്ക് പോകുന്നത്, മറ്റുള്ളവർ നമ്മൾ അപ്പോൾ എപ്പോൾ അരാഷ്ട്രീയവാദം പറയും. അപ്പോൾ രാഷ്ട്രീയവാദം 2020 പോലുള്ള കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ CSR ഫണ്ട് എടുത്തുകൊണ്ട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ ആയിരിക്കും ഇവരാണ് ശരിക്കുമുള്ള ജനാധിപത്യം. ജനാധിപത്യം അങ്ങനെ ഒരു സാധനമില്ല.
ജനാധിപത്യത്തിൽ നിങ്ങൾ ഗവേൺ ചെയ്യൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കോർപ്പറേറ്റ് കമ്പനികളുടെ പോലെ നിങ്ങൾ പൈസ ഇട്ട് വിതരണം ചെയ്യല്ല. അതായത് കാശ് കൊടുത്ത് ജനങ്ങളെ വാങ്ങിക്കലല്ല, അവരെ നിങ്ങൾ സേവിക്കലാണ് ജനാധിപത്യം. അപ്പം 2021 നടത്തിയതിന് ശേഷം BJPയുടെ കൂടെ പോയി. അതിനുശേഷം IOIP, 1 India 1 പെൻഷൻ, പെൻഷൻ വാങ്ങിക്കാൻ പോലും കാശില്ലാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി കൊടിയുടെ ഇത് വെച്ചിട്ട് ആൾക്കാരെ ഇലക്ഷൻ നടത്തുന്നത്. എന്ന് ആലോചിച്ചോക്കെ, കഞ്ഞി പിടിക്കാൻ പോലും വകയില്ലാത്ത ആൾക്കാരാണ് ഇലക്ഷന് വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കുക എന്ന് പറഞ്ഞാൽ അവർ നമ്മളെന്ത് പൊട്ടന്മാരോ? ബാക്ക് ഒരു ഫണ്ട് പുറത്തുനിന്ന് വരാതെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഇലക്ഷന് ഞാൻ പോയി നിൽക്കുന്നുണ്ടോ? ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാനൊരു നിൽക്കണമെങ്കിൽ ഞാൻ എത്രമാത്രം ക്യാമ്പയിൻ നടത്തണം, എത്ര ലക്ഷം രൂപ മുടക്കണം? അത് ഈ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരെ കിട്ടും. എന്നെ ഇതേപോലെ ആഡ് ചെയ്തപ്പോൾ ഗ്രൂപ്പിൽ കയറി സംസാരിക്കാൻ അറിയോ? നരേന്ദ്രമോദി നടത്തിയ മുത്തലാഖിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നരേന്ദ്രമോദി ഇന്ത്യ പെൻഷൻ പ്ലാനിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇതാണ് വൈകുന്നേരത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ അവർ അജണ്ട നരേന്ദ്രമോദി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അറിയണം, അത് ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നാട്ടിൽ യോഗ സെൻറ്റേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ ഉമ്മയൊക്കെ പോകുന്നുണ്ട്. യോഗ സെൻറ്ററിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയുന്നതെല്ലാം നിങ്ങൾ യോഗ ചെയ്യണം. അതിനുശേഷം പറഞ്ഞ പോലെ നരേന്ദ്രമോദി എന്നുള്ള കണക്ഷനിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറയാൻ തുടങ്ങി, നരേന്ദ്രമോദി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയല്ലേ, പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് മുത്തലാഖിൻ്റെ പരിപാടിയൊക്കെ. ഞാൻ പറഞ്ഞു മിണ്ടരുത്. എൻ്റെ നിലപാട് BJPയുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉമ്മ BJPയിലേക്ക് പോയാൽ അന്ന് എൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് പുറത്താണ്. ഞാൻ റെക്കോർഡിക്കലി ഞാൻ പറയുകയാണ്, അത്ര വെറുപ്പാണ് സാധനം. കാരണം അറിയില്ലേ, പ്രവാചകൻ പറഞ്ഞല്ലോ, എൻ്റെ മകളാണ് കട്ടതെങ്കിലും ഞാൻ എൻ്റെ കൈവെട്ടുമെന്ന് പറഞ്ഞതുപോലെ. എന്നാൽ കക്കുന്നതുകൊണ്ടല്ല, ആ നിലപാടിൻ്റെ കടുപ്പം പറഞ്ഞാണ്. അത്രയും എക്സ്ട്രീമാണ് ആ സിറ്റുവേഷൻ. മോഷണത്തോട് ഇസ്ലാം കാണിച്ചേക്കുന്ന ഒരു ഇതാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ ട്രസ്റ്റിൻ്റെ ഒക്കെ വരുന്നത്. അത് പറഞ്ഞ പോലെയാണ് BJP എന്തുമാത്രം അകറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉമ്മയെ ഞാൻ അകറ്റുന്നത് പോലെ തന്നെയാണ് BJPനെ അകറ്റുന്നത്. അത്രയും നിലപാട് പറയാൻ എനിക്ക് വേറെ ആരുടെ സപ്പോർട്ട് വേണം? എൻ്റെ നിലപാട് എപ്പോഴും നമുക്ക് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വേണം. അവിടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല. എന്ന് വെച്ചാൽ അവർ പറഞ്ഞ രാഷ്ട്രീയം എന്തിനാണ്? മറ്റേ വോട്ട് ചോരി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ. അത് എത്രയോ ഭയങ്കര സ്കാമും അതുപോലെ ഒരു രാജ്യദ്രോഹ കുറ്റമാണത്. നമ്മളെ ജനങ്ങളെ സേവിക്കേണ്ടത് ഇങ്ങനെയാണോ? നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ് അല്ലേ? എന്നിട്ട് ഡെമോക്രസി കംപ്ലീറ്റ് തകർന്ന് രാജ്യദ്രോഹം കുറ്റം ചെയ്തപ്പോഴാണ് ഇവരെ മറ്റേ തൊപ്പി അവൻ്റെ ആ പയ്യൻ്റെ അടുത്ത് മറ്റേ ആര് പറഞ്ഞ് നിങ്ങൾ പ്രതികരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്തിനാണ് പ്രതികരിക്കുന്നത്? നമുക്കറിയേണ്ട ആവശ്യമില്ല, രാഷ്ട്രീയക്കാരെന്തെങ്കിലും ചെയ്തോട്ടെ, അവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ട നിലപാടെടുക്കേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യം പറഞ്ഞത്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളിലേക്ക് രാഷ്ട്രീയം ഇറങ്ങും. നിങ്ങളതിൻ്റെ ഭവിഷ്യത്ത് അറിഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഈ പറഞ്ഞ ഇതിൻ്റെ ഇടയ്ക്ക് TikTok ബാൻ ചെയ്തു. ചെറുപ്പക്കാർ, നമുക്കല്ലല്ല പോയത്, അവർക്കല്ലേ. ഇപ്പം എവിടെയായിരുന്നു TikTok ബാൻ ചെയ്തിട്ട് അവർ നേപ്പാളിൽ മൊത്തത്തിൽ അങ്ങോട്ട് ബാൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ പോകും. നിങ്ങളിലേക്ക് എപ്പോഴാണ് കഴുത്തിലേക്ക് പിടി വീഴുന്നത്, അതിനുവേണ്ടി കാത്തിരുന്നോളൂ. ഇപ്പോൾ TikTok ഇസ്രായേൽ വാങ്ങിച്ചു, ഇസ്രായേലി ലോബിയായിട്ടുള്ള ഒരു ബിനാമി വാങ്ങിച്ചിരും. എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളുടെ സെൻസർ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ എന്ത് സംസാരിക്കണം, എന്തെഴുതണം, എന്തെഴുതണ്ട. ഇപ്പം പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റ് ഇട്ട് ഞാൻ Instagram ഹൈഡ് ചെയ്യും. അത് സമ്മതിക്കത്തില്ല. അത് പറയും നിങ്ങൾ കോൺട്രവേഴ്സി ഉണ്ടാക്കരുത്, പ്രശ്നം പ്ലീസ് ഒന്നും ചെയ്യരുത്. ആക്സെഞ്ചർ പറയും ഒക്ടോബർ 7 ഉണ്ടായ പ്രശ്നം അവർ പറയും ഞങ്ങൾ വിലപിക്കുന്നു, ഞങ്ങൾ അവരുടെ കൂടെയാണ് നിങ്ങൾ. എന്നാൽ അവരുടെ കൂടെ മറ്റുള്ള കമ്മ്യൂണിറ്റീസും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, അതോ അവരുടെ പുറകിൽ നിൽക്കുന്ന ഏതോ ഒരു ലോബിക്ക് വേണ്ടിയിട്ടാണോ? കൃത്യമാണ്. യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും ഏത് വേണ്ടിയിട്ടാണ്? കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും സാധാരണക്കാരൻ അതിനകത്ത് ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ഒരു കാലത്തും വിചാരിക്കരുത്. നിങ്ങൾ ഇപ്പം അരുൺ കുമാറൊക്കെ പറയുന്നുണ്ടായിരുന്നു മറ്റുള്ള ഇതിനകത്തിരുന്നിട്ട്, പാകിസ്ഥാൻ ഒരെണ്ണം ഇങ്ങോട്ടിട്ടു, ഞങ്ങൾ 2 അങ്ങോട്ടിട്ടു, ബോംബിനെ പടക്കം പൊട്ടിച്ച് കളിക്കുന്ന പോലെയാണ് ആഘോഷിക്കുന്നത്, കളിക്കുന്ന പോലെ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നു കഴിഞ്ഞാൽ യുദ്ധമാണോ? അവർ കളിച്ചിട്ട് പോകണം. ഇന്ത്യ എന്ന് പറഞ്ഞല്ലോ, ഇന്ത്യ BCCI ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ ക്രിക്കറ്റ് ബോർഡാണോ? ഒരിക്കലുമല്ല. അതൊരു പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്, തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തത്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്താലും പബ്ലിക്കിൽ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നാഷണൽ സ്പോർട്സ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ പറഞ്ഞ ഹോക്കി, ഫുട്ബോളൊക്കെ. എന്നാൽ ക്രിക്കറ്റിന് അതിന് അംഗീകാരമൊന്നുമില്ല. കാരണം നിങ്ങൾ മറ്റേതിനകത്ത് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ ക്രിക്കറ്റിനകത്ത് നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആവണ്ട. ഹർഷാഗ് ഗോവൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിക്കറ്റ് ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് പോകില്ല. കാരണം ക്രിക്കറ്റ് അത്രയും നല്ല പ്രോഫിറ്റുള്ള ബിസിനസ്സാണ്. കാരണം ഓരോ ഓവറും ഓരോ വിക്കറ്റിലും നിങ്ങൾക്ക് പരസ്യം പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെ എന്ത് ചെയ്യും, പിടിച്ചിരുത്താൻ വേണ്ടി ഇതേപോലെ ക്രിക്കറ്റ് മാച്ച് ഉണ്ടാക്കും. അതിനുശേഷം അവർ തന്നെ വിവാദം ഉണ്ടാക്കും. ഒരു പാകിസ്ഥാനിലുള്ള ഒരാൾ പറയാണ്, അയാളെ ഇതേപോലെ എന്തോ ഒരു അർണബ് ഗോസ്വാമിയുടെ എന്തോ ഒരു മീഡിയ പ്ലാറ്റ്ഫോം വിളിക്കും. അപ്പോൾ അയാൾ തുറന്നു പറഞ്ഞാണ്, എന്തെങ്കിലും ഗവൺമെൻറ് എപ്പോഴാണോ സ്ട്രഗിൾ ചെയ്യുന്നത്, എന്തെങ്കിലും കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുക. നേരെ അവർ വിളിക്കുന്നു, അവരുമായിട്ടൊരു ഡിബേറ്റ് വെക്കുന്നു, അവരൊരു ആൻറ്റി ഇന്ത്യ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു, പിന്നെ അതിൻ്റെ പറയാം.
നിലപാട് ഞാൻ പറയാണ്. അപ്പം അവർ ചെയ്യുന്നത് വെച്ചാൽ പാകിസ്ഥാൻ ഇല്ലെങ്കിൽ BJP ഇല്ല അതെ. എന്ന് പറഞ്ഞൊരു സാധനം. ഹമാസ് ഇല്ലെങ്കിൽ ഇസ്രായേൽ ഇല്ല. ഹമാസിന് ഫണ്ട് ചെയ്യുന്ന ഇസ്രായേലാണ്. രസമുള്ള ഖത്തർ അവരുടെ അലയാണ്. ഖത്തർ വഴിയാണ് ഹമാസിന് നെതന്യാഹു ഫണ്ട് ചെയ്യുന്നത്. ഒക്ടോബർ 7 ഉണ്ടാവാനുള്ള കാരണം ആലോചിച്ച് നോക്കണം. ടെല്ലവീവിൽ നിന്ന് 45 മിനിറ്റിൽ ഹെലികോപ്റ്ററിൽ ഫ്ലൈ ചെയ്താൽ, ചാർലി കിർക്ക് പറഞ്ഞാണ് ഇപ്പോൾ മരിച്ചത്. ടെല്ലവീവിൽ 45 മിനിറ്റ് ഫ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലൊക്കേഷനിൽ എത്താമെങ്കിൽ, ഗാസയിലൊക്കെ എത്താമെങ്കിൽ, അന്നത്തെ ദിവസം അവരുടെ പട്ടാളക്കാർക്ക് പറഞ്ഞു നിങ്ങൾ രാവിലെ പട്രോളിങ്ങിന് ഇറങ്ങരുത് എന്ന് വെച്ചാൽ ഒരു സമയം പറഞ്ഞു. ഇത് 9 to 7 എന്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ പെട്രോൾ ചെയ്യണ്ട, നമുക്കറിയില്ല, അവർ മുകളിൽ നിന്ന് ഓർഡറാണ്, നിങ്ങൾ ഇറങ്ങണ്ട, എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ഒരാൾ പറഞ്ഞാണ് പട്ടാളക്കാരൻ. അതിനുശേഷം അവർ 6 മണിക്കൂർ സപ്രസ് ചെയ്തു. ആ അറ്റാക്ക് നടക്കാൻ കാത്തിരുന്നു. 6 മണിക്കൂർ അതിന് ശേഷം അറ്റാക്ക് ചെയ്ത് ആൾക്കാരെ ഹോസ്റ്റേജിനെ കൊണ്ടുപോകുന്നവരെ അവർ വെയിറ്റ് ചെയ്തു 6 മണിക്കൂർ. ഞാൻ നേരത്തെ പറഞ്ഞ 45 മിനിറ്റും ഗാസ സ്ട്രിപ്പ് എന്ന് പറഞ്ഞത് എല്ലാ വീടുകളിലും ഇവർ സ്ട്രോ വിൻഡോ അങ്ങനെ ഒരു സാധനമാണ്. ആ വിൻഡോയിൽ എല്ലാ വീടുകളിലും ഇവർക്ക് കയറി പോകാനുള്ള അധികാരമുണ്ട്. ഏത് വീടിനെയും അവർക്ക് മിലിറ്ററി ബേസ് ആക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. രാവിലെ ഒരാളിഞ്ഞൊരു കഥ തുറന്നു വന്നിട്ട് പറയാം, നിങ്ങൾ ആ മൂലയ്ക്ക് പോയിരിക്കും, ബാത്റൂമിൽ പോകണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം, ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കാൻ എൻ്റെ അടുത്ത് ചോദിക്കണം, നിങ്ങൾ ആ മൂലയ്ക്ക് മാറിയിരുന്നോ, ഞങ്ങൾ ഇവിടെ കിടക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അവരിവിടെ കിടക്കും. എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളിത് മിലിറ്ററി ബേസ് ആക്കിയിരിക്കുന്നു. 8 മണിക്കൂറാണ് സ്ട്രോ വിൻഡോ. ഒരാളുടെ ഷിഫ്റ്റ് ഞാൻ പറയുകയാണ്, ടൈം പാസ് ആണ് അവരുടെ. എന്ന് പറഞ്ഞാൽ ടൈം പാസ് എന്താ ചെയ്യുന്നത്, ഒരാളുടെ ഉറക്കം കടത്തി അവരെ സന്തോഷിക്കുക. എന്നിട്ട് അവർ അവിടെ കിടന്ന് അവിടുത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വൈകുന്നേരം രാവിലെ ആകുമ്പോൾ അടുത്ത ഷിഫ്റ്റ് വരും. അപ്പോൾ ഇവർ പോകണം. അപ്പോൾ അടുത്ത എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഉറക്കം കടത്തലായിരിക്കും വീണ്ടും ചെയ്യുന്നത്. അങ്ങനെ അവർ സഹികെട്ട് അവർ പറയണം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെന്ന് പറയണം. പക്ഷേ സ്വന്തം നാട് വിട്ടുപോകാൻ ഒരാളും പറയത്തില്ല. നമ്മൾ ഇന്ത്യക്കാർ എന്തുകൊണ്ട് ബ്രിട്ടീഷുകാരന് എതിരിട്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ നാടാണോണ്ട് നമ്മളൊരാൾ ഇങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് പോടാ ഇറങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകും, ഒരിക്കലും ചെയ്തില്ല. എന്ന് പറയുന്ന പോലെ അത്രയും സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്തേക്കുന്ന ലൊക്കേഷനാണ് ഞാൻ പറഞ്ഞത്. 6 മണിക്കൂർ അവർ ഉറങ്ങി, അറിഞ്ഞില്ല. അറ്റാക്ക് നടന്നു. ഇത്രയും പറന്നാണ് വന്നത്. ആ പറന്നു വന്നവർ കണ്ടില്ല. എത്ര മിസൈൽ വരുന്നവർക്ക് കാണാം, പക്ഷേ ഈ പറഞ്ഞ ചെറിയൊരു പാരഷൂട്ട് വന്ന് അവരറിഞ്ഞില്ല. ഹോസ്റ്റേഴ്സിനെ എടുത്തുകൊണ്ട് പോയറിഞ്ഞില്ല. ഹോസ്റ്റേഴ്സ് എവിടെ കിടക്കുമെന്നും അറിയില്ല. പക്ഷേ ഖത്തറിലിരിക്കുന്ന ഇവരെ നെഗോഷിയേഷൻ അവർക്കറിയാം. ഖത്തറിൽ ഏത് ബിൽഡിങ്ങിലാണ് കാര്യം നടക്കുന്നതെന്ന് അറിയാം. ഇറാനിൽ എവിടെയാണ് ആണവ ആയുധം ഇരിക്കുന്നത് അറിയാം. ലോകത്ത് നടക്കുന്ന എല്ലായിടത്തും സ്പൈ ചെയ്യാൻ മൊസാദിനറിയാം. അർജൻറ്റീനയിൽ പോയി ഐക്ലറിനെ അടിച്ചുകൊണ്ട് വരാം. ഒരു രാജ്യത്ത് ഒരാളെ കട്ടെടുത്തുകൊണ്ട് വന്ന് വേറെ രാജ്യത്തുകൊണ്ട് നീടി നടപ്പാക്കാം. പക്ഷേ എന്നാൽ അവർക്ക് ഹോസ്റ്റേഴ്സ് എവിടെ കിടക്കുന്നു, ഗാസയിലിരിക്കുന്ന ഹോസ്റ്റേഴ്സിനെ കാണാൻ അവർക്ക് പറ്റുന്നില്ല. അവിടെയാണ് ഈ പറഞ്ഞ നിലപാട്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്തേക്കാണ് പല കാര്യങ്ങളിലും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പുൽവാമയിൽ അറ്റാക്ക് നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങനെയാണ് ബെനിഫിറ്റ് ഉണ്ടാകുക ഒരു യുദ്ധം കൊണ്ട് എന്ന് ചോദിച്ചാൽ, അത് ഒന്നാമത്തെ കാര്യം നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനാണ്. അവർക്കൊന്ന് ഫെയിം കിട്ടലാണ്, കാരണം അവരാണ് പിന്നെ മീഡിയയുടെ ഫ്രണ്ട് ഫേസ്. പക്ഷേ ഒരു അറ്റാക്ക് നടന്നാൽ ഞാൻ ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ, ഞാനൊരു കമ്പ്യൂട്ടർ അഡ്മിനിസ്ട്രേറ്ററാണ്, ഒരു IT മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണെങ്കിൽ, ഞാനാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ ഒരു അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യലാണ് എൻ്റെ ബാധ്യത. എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ശമ്പളം തന്ന് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അറ്റാക്ക് വന്നാൽ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് നിങ്ങൾ എടുത്തിരിക്കണം. നിങ്ങൾക്ക് സാലറി ഇടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ഫ്ലോ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അത് ചെയ്യണം. പോട്ടെ, നിങ്ങൾക്ക് പണി വാളി, ഒരു സമയം അറ്റാക്ക് വന്നു, എങ്ങനെ ഒരു വൈറസ് സിസ്റ്റത്തിലേക്ക് കയറി. ആ സിസ്റ്റം കയറിയത് നിങ്ങൾ അന്നേരം നമുക്ക് തരുന്ന സമയമുണ്ട്, ഒരു 15 മിനിറ്റ്. ആ 15 മിനിറ്റിൽ അത്രയും സമയം കൊണ്ട് നമ്മൾ വീണ്ടും ആ സിസ്റ്റം ഫിക്സ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം. അതിനുശേഷം നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. എല്ലാം കഴിഞ്ഞല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ, ഇനി നിങ്ങൾ എന്തുകൊണ്ട് ഇത് നടന്നു, നിങ്ങൾ ഇത്ര നേരം ഉറങ്ങുമായിരുന്നു, നിങ്ങൾക്ക് ഇത്ര നാൾ ഈ പറഞ്ഞ അറ്റാക്ക് വരുമ്പോൾ എന്ത് പ്രിവെൻഷൻ എടുക്കണം എന്നറിയില്ലേ, നിങ്ങൾക്ക് അത് മോണിറ്ററിങ് ഇല്ലേ, ഇത്രയും കാര്യങ്ങൾ ചോദിക്കും. അപ്പം നമ്മൾ പറയും ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്താ ചെയ്യാത്തത് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് പിന്നെ നമുക്ക് ആക്ട് ചെയ്യുന്നത്. ഇന്ന് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ മൂവിയുണ്ട്, ഡെൻസിൽ വാഷിങ്ടൺ അഭിനയിച്ച, നല്ല അടിപൊളി പടം. അപ്പോൾ അയാൾ ഉറങ്ങി, വെള്ളം അടിച്ചു, അയാളുടെ കാമുകിയായിട്ട് പോയി. അയാൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ഡേ എണീറ്റപ്പോൾ അയാൾ ഉറക്കം വന്നു. അയാൾ ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റിലിരുന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴാണെങ്കിൽ പറഞ്ഞ ഫ്ലൈറ്റിലൊരു റഡറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ആ ഫ്ലൈറ്റ് സ്റ്റീപ്പ് ചെയ്തു, അത് ഇടിച്ചു, ആ പെണ്ണ് മരിച്ചു, കുറച്ച് പാസഞ്ചർ മരിച്ചു. എന്നാൽ ഒരാളൊഴിച്ച് ബാക്കിയെല്ലാവരും രക്ഷപ്പെട്ടു. എന്ന് വെച്ചാൽ ഫ്ലൈറ്റിലെ പാസഞ്ചേഴ്സ് മുഴുവൻ രക്ഷപ്പെടുത്തിയത് ഇയാളാണ്, ഇയാളുടെ മിസ്റ്റേക്കല്ല. പക്ഷേ ഫ്ലൈറ്റ് കമ്പനിയെ സംബന്ധിച്ച് ഒരാളുടെ പേരിൽ പഴി ചാരണം, എന്നാലേ അവർക്ക് രക്ഷപ്പെടുന്നത് ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ.
അങ്ങനെ എന്നുവെച്ചാൽ സിസ്റ്റം എറർ ആണെങ്കിൽ അവർക്ക് കിട്ടത്തില്ല. എന്നാൽ എന്തോ അയാളെ തലയിൽ കെട്ടിവെക്കണം. എന്നുവെച്ചാൽ അയാൾ നഷ്ടപരിഹാരം കൊടുക്കുന്ന രീതിയിലാക്കണം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇയാൾ കള്ളു പിടിച്ചതിൻ്റെ ട്രേസസ് എടുത്തു. അങ്ങനെ പറഞ്ഞ് ഇയാളെ കുറ്റം പറയുന്നത് വെച്ചാൽ രക്ഷപ്പെടുത്തി പിന്നീട് അയാൾ ചോദ്യം ചെയ്യുന്നതിലിരിക്കണം. മറ്റേ ഒരു ഫ്ലൈറ്റ് ഹഡ്സൺ റിവറിൽ ഇറക്കിയൊരു ഇതുണ്ട്. അത് ഫ്ലൈറ്റിന് ഇതാണ് ബേർഡ് സ്ട്രൈക്ക് ആയിരുന്നു. എന്താണ് ദ ലാൻഡിങ് ഇൻ ഹഡ്സണോ അങ്ങനെ ഒരു സാധനം. അതിലും ഇതുപോലെ രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ പറയാണ് നിങ്ങൾ എന്തിനാണ് ആ ഫ്ലൈറ്റ് അവിടെ ഇറക്കിയത്, നിങ്ങൾ എന്താ ഇറക്കാതിരുന്നത്, നിങ്ങൾക്ക് അവിടെ പോയി ഇറക്കിക്കൂടായിരുന്നു. അങ്ങനെ സിമുലേഷൻസ് ഒക്കെ ചെയ്ത് നോക്കി ലാസ്റ്റ് അയാൾ കുറ്റക്കാരനല്ലെന്ന് അയാൾ തെളിയിക്കേണ്ടി വന്നു. കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ടും ഒരു ചോദ്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് BJP എടുത്ത് ചോദിക്കുന്നില്ല, സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചോദിക്കുന്നില്ല? നിങ്ങൾ ഈ പറഞ്ഞ അറ്റാക്ക് 2-3 നടന്നു. BJP വന്നതിന് ശേഷമാണ് യുദ്ധങ്ങൾ കൂടുന്നത്. പുൽവാമ, പുൽവാമയിൽ കൊടുത്തത് പട്ടാളക്കാരെ, സ്വന്തം പട്ടാളക്കാർക്ക് കോൺവോയ് സെക്യൂരിറ്റി ഇല്ലാതെ അകത്തുനിന്നൊരു സ്പൈ മോൾ അവരുടെ പട്ടാളക്കാരോട് കണ്ടിട്ട് പോലും, അത് ഇൻ്റലിജൻസ് ഏജൻസീസ് പറഞ്ഞിട്ട് പോലും അത് ആക്ഷൻ എടുക്കാതെ 4 പട്ടാളക്കാരെ കൊന്നു. നമ്മൾ പട്ടാളക്കാരല്ലേ, കുഴപ്പമില്ല, നമുക്ക് ചാവുന്നല്ലേ. എന്നാൽ അവർക്ക് കുടുംബങ്ങളോ, അവർക്ക് കുട്ടികളില്ലേ, അവർക്ക് അച്ഛനെ നഷ്ടമില്ലേ, ഭാര്യയ്ക്ക് വർദ്ധാനം കിട്ടുമായിരിക്കും, അമ്മയ്ക്ക് മക്കളെ നഷ്ടപ്പെട്ടു, അച്ഛൻ അമ്മ മക്കൾ എല്ലാം പോയില്ലേ, അവർക്ക് എന്താ കുടുംബങ്ങളൊന്നുമില്ലേ ഇവർക്ക്? അപ്പോൾ ഇവർക്ക് ഇവരുടെ ഒരു സ്ട്രഗിൾ വരുന്ന സമയത്ത് BJPക്ക് എടുക്കാൻ പറ്റുന്ന സാധനമാണ് ഈ പറഞ്ഞ പട്ടാളക്കാർ മരിച്ചാൽ കുഴപ്പമില്ല അല്ലേ, അത്രയും പേര് കുഴപ്പം. അപ്പം എങ്ങനെയാണ് അറ്റാക്ക് നടന്നത്? നിങ്ങളെന്ത് ഉറങ്ങുമായിരുന്നു ഇത്രയും നേരം ആൾക്കാർ ഇവിടെ വന്നപ്പോൾ? നിങ്ങളുടെ മോണിറ്ററിംഗ് സിസ്റ്റം അവിടെ പോയി, നിങ്ങളുടെ ഡിഫൻസ് സിസ്റ്റം അവിടെ പോയി, നിങ്ങളുടെ ഇൻ്റലിജൻസ് സിസ്റ്റം അവിടെ പോയി, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അവർ ആദ്യം തന്നെ പറയണം പാകിസ്ഥാൻ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു, നമുക്ക് തിരിച്ചടിക്കണം. അപ്പോൾ ആൾക്കാർ പോസ്റ്റ് ഇടും, ഞങ്ങളുടെ പ്രധാനമന്ത്രി വലിയ തീരുമാനം എടുത്തിരിക്കുന്നു, നമുക്ക് ചെയ്യണം. അപ്പം എൻ്റെ കൂട്ടുകാരൻ അങ്ങനെ ഇട്ടു, നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല നീ 2 ദിവസം കഴിയും, നീ വെയിറ്റ് ചെയ്യും. ഇനി സയാസ് എന്ന് പറയില്ല അവൻ്റെ, ഞാൻ പറഞ്ഞു നീ വെയിറ്റ് ചെയ്യും, നമുക്ക് എന്താണെന്ന് നോക്കാം. കാരണം BJP ആണ്, നമുക്കറിയാം എന്താണ് അവരുടെ ഉദ്ദേശം എന്നറിയാം. അതിന് ശേഷമാണ് പറഞ്ഞത് പുറയിലുള്ള സാധനം വന്നത്. അന്ന് അപ്പം ഞാൻ പറയുന്നത് യുദ്ധം നടന്ന സമയത്തുള്ളൊരു ഇതുണ്ടല്ലോ, നിങ്ങൾ ഇന്ത്യയെക്കുറിച്ച് പറയാൻ പാടില്ല, ആ സമയത്ത് ആരും ചോദിക്കാൻ പാടില്ല, കാരണം നിങ്ങൾ തീവ്രവാദിയാവും. നിങ്ങൾ തീവ്രവാദി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, നമ്മൾ തിരിച്ചടിക്കുമ്പോൾ നിങ്ങളെന്ത് ചോദ്യം ചെയ്യണോ ഞങ്ങളെ എന്ന് ചോദിക്കുന്ന സാധനം പേട്രിയോട്ടിസമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട സമയമാണ്, നിങ്ങൾ മിണ്ടരുത്. പഹൽഗാം എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല സാധനം, 200 കിലോമീറ്ററോളം ദൂരെയാണ് ഈ പറഞ്ഞ പഹൽഗാം ബോർഡറിൽ നിന്നെന്ന് പറഞ്ഞാൽ. ഞാൻ 200 കിലോമീറ്റർ നോക്കിയപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഏകദേശം തൃശ്ശൂരും കൊല്ലം ജില്ലയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ 2-3 ജില്ല കടന്നിട്ട് വേണം പോകാൻ. ജില്ല കടക്കാന്ന് പറഞ്ഞാൽ ഓടി അങ്ങോട്ട് പോകലല്ല, കാറിൽ പോയാൽ ഞാൻ ഏകദേശം 6 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യണം കാറിൽ. അപ്പോഴാണ് ഈ തീവ്രവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ തോക്കും എടുത്ത് എഴഞ്ഞ് എങ്ങനെ ഒന്നിക്കാതെ, കാരണം എന്തായാലും അപ്പം ഞാൻ ആലപ്പുഴ കടക്കുമ്പം പോലീസ് ചെക്കിംഗ് ഉണ്ട്, എറണാകുളത്തേക്ക് കയറുമ്പോൾ അവിടെ ചെക്ക് പോയിൻ്റ് ഉണ്ട്, ഇവിടെ എല്ലാം ടോൾ പോയിൻ്റ് ഉണ്ട്, ക്യാമറാസ് ഉണ്ട്. ഞാൻ പറഞ്ഞ കേരളത്തിലെ കേസാണ്. പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗം, അതും അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഭാഗത്ത് നിങ്ങളുടെ സെക്യൂരിറ്റി സിസ്റ്റം എവിടെ ഉറങ്ങിയോ? ഇതിൽ ഈ വാറിൽ കൂടുതൽ പേര് സിവിലിയൻസ് ആണ് മരണപ്പെട്ടത്. അതാ പറഞ്ഞത്, പബ്ലിക് സർവൻ്റ് ആരുമില്ല. ഞാനും മനസ്സിലാക്കിയത് കാശ്മീർ പോയ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞാണ്, അവരുടെ ഒരു കൂട്ടുകാരൻ സ്ട്രാൻഡ് ചെയ്തു. എന്നുവെച്ചാൽ അവരൊരു വില്ലേജിലേക്ക് കയറി പോയി, ഇരുട്ടായി, അവർ തിരിച്ചു വന്നില്ല. അപ്പോൾ ഇവരവിടുത്തെ നിയറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവിടുത്തെ ഒരു പോലീസുകാരൻ സെക്കൻഡുകളിൽ, അതായത് ഇവർ ഇൻഫോം ചെയ്തു, നെക്സ്റ്റ് സെക്കൻഡ് അവിടെ പോലീസ് വന്നു എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന സമയം മാത്രമേ ഉള്ളൂ. അത്രയും നിയറസ്റ്റാണ് ഈ പറഞ്ഞ ചെക്ക് പോയിൻറ്റുകൾ, കാരണം അത്രയും സെക്യൂർ ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഇത്രയും 200 കിലോമീറ്റർ ഇങ്ങനെ എഴഞ്ഞ് ഞാൻ പറയാം, കോൺസെപ്റ്റാണ് എഴഞ്ഞ് വരുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ പറയുകയാണ്. 200 കിലോമീറ്റർ അവൻ്റെ മുട്ട് കഴിഞ്ഞാണല്ലോ, ഇത്രയും വെയിറ്റും തൂങ്ങി പിടിച്ചോണ്ട് കാറിനകത്ത് വരുന്നെങ്കിൽ എങ്ങനെ, കാറിലെങ്ങനെ കയറ്റി വിട്ടു? അതൊന്ന്. ഇപ്പം വന്നു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ വെടിവെക്കുന്ന സമയത്തെല്ലാം പട്ടാളക്കാർ വരുന്ന ഒളിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സെക്കൻഡുകൾക്കുള്ള ആൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും പേര് വന്ന് വെടിവെക്കുന്ന സമയത്ത് ഹിന്ദുക്കളാണോ എന്ന് ചോദിക്കുന്ന തീവ്രവാദി എവിടെയുള്ള, അത്രയ്ക്കും വിവരമുള്ള തീവ്രവാദിയൊക്കെ ഉണ്ടോ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അത് വെടിവെച്ച് തിരിച്ചു പോയി 200 കിലോമീറ്റർ കടന്ന് അപ്പുറത്ത് പോവുകയും ചെയ്തു. അവർക്കൊന്നും സംഭവിച്ചിട്ട് പിടിച്ചിട്ടുമില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് എവിടുത്തെ സിസ്റ്റമാണ്? ഇവിടെ നിങ്ങളുടെ മോണിറ്ററിംഗ് സിസ്റ്റം എവിടെയാണ്? നിങ്ങൾ ഉറങ്ങിയിരിക്കുകയാണോ? അപ്പോൾ ആസ് എ അഡ്മിനിസ്ട്രേറ്റർ ഞാൻ കൊടുക്കുന്ന ഉത്തരത്തിൻ്റെ ഒരു ശതമാനമെങ്കിലും അപ്പുറത്ത് പ്രസ് മീറ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഭാഗത്ത് പിഴവ് വന്നു, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് അതെന്നാലും പറയത്തില്ല, കാരണം അവർ ചെയ്ത കാര്യം പറയത്തില്ലല്ലോ. അപ്പം
നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ പെട്രിയോട്ടിസം പറയുന്നതിനാണ്. നമ്മളാ പറഞ്ഞ സിനിമ ഉണ്ടല്ലോ വാഗ് ദ ഡോഗ്, ഗുഡ് എക്സാമ്പിൾ ആണ് ഫോർ ദി കൃത്യമായ എക്സാമ്പിളാണ് വാഗ് ദ ഡോഗ് എന്ന് പറഞ്ഞാൽ 97 ഇലക്ഷന് 6 months മുന്നേ ഉള്ള കളികളാണ് അത് ആ ഫിലിമിൽ പറയുന്നത്. സിനിമയുടെ ഇത്രേ ഉള്ളൂ സംഭവം. സിനിമ നമ്മൾ അവരുടെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു സെക്സ് സ്കാൻഡൽ വരുന്നു, പീഡിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഇലക്ഷൻ വരുന്നു. അപ്പോൾ അവരുടെ പാർട്ടി താഴെ പോകും. സോ ദേ ക്യാനോട്ട് അഫോർഡ് ഇറ്റ്. കാരണം പൈസ, മണി, ബിസിനസ് ആണല്ലോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത്. അപ്പം അയാൾ എന്ത് ചെയ്തു, ഒരു വാർ സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്ഷൻ ടീമിനെ വിളിക്കുന്നു, PR വർക്ക് വരുന്നു. അവർ പറയുന്നു നമുക്കൊരു യുദ്ധം ചെയ്യാൻ. അത് നമ്മളിപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ, പക്ഷെ നമ്മൾ റൊമാനിയുമായിട്ട് യുദ്ധത്തിന് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു റീസൺ പറഞ്ഞത് എനിക്ക് കൃത്യമായി മനസ്സില്ല. എന്തോ ഒരു കാര്യം പറഞ്ഞത്, നമ്മളത് നോക്കണ്ടല്ലോ, യുദ്ധത്തിന് പോകുന്നു. അടങ്ങിയിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഒരു സിനിമാ നടിയെ വിളിച്ചുകൊണ്ടിരുന്ന ആക്ടർ, ഒരു അഭിനയിച്ച അവർ വിളിച്ചുകൊണ്ടിരുന്നു. അവർ ചോദിക്കുന്നുണ്ട്, ഞാനിത് CV അടിയട്ടെ, എൻ്റെ നല്ലൊരു കരിയറാണ് തുടങ്ങുകയാണ്, നിങ്ങളെ CV അടിയാൽ നിങ്ങളെ കൊല്ലും. തമാശ രീതിയിലാണ് സിനിമ ഒരു അല്ലേ രസമായിട്ട് എടുത്തേക്കുന്നത്, സറ്റയർ പോലെ. അപ്പോൾ അവർ നിങ്ങളെ കൊല്ലും, അത്രേ ഉള്ളൂ, നിങ്ങൾ ആടിയതാ കൊല്ലും, കാരണം നിങ്ങളിത് പുറത്തേക്കാൻ പറ്റുന്നത്, ഇത് സീക്രട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു, അവരെന്ത് ചെയ്ത് സ്റ്റേജ് ചെയ്യുന്നു. അപ്പം ബോംബിട്ട് ഒരു പൂച്ചയെ പിടിച്ചുകൊണ്ട് വന്നാൽ പൂച്ചയുടെ കാര്യം വന്നത്, പൂച്ച വെളുപ്പ് വേണോ കറുപ്പ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടം വെള്ള പൂച്ച എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് വെള്ളപ്പൂച്ച എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പൂച്ച എടുത്തുകൊണ്ട് ഓടുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടോ, പൂച്ച എടുത്തുകൊണ്ട് ആ കുട്ടി ഓടുന്നു യുദ്ധത്തിനിടയിൽ, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവങ്ങൾ. അതിനുശേഷം റൊമാനിയ അവരറിഞ്ഞിട്ട് പോലെ യുദ്ധം എന്താ വരുന്നത്. അവർ പറയാം ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു, എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ തോറ്റ് കീഴടങ്ങി എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അയ്യോ യുദ്ധം തീർന്നല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ മറ്റേ പ്രൊഡക്ഷൻ ടീം പറയുന്നുണ്ട്, യുദ്ധം തീർന്നെങ്കിൽ എന്താ, നമുക്ക് അടുത്ത സ്റ്റെപ്പുണ്ട്, നമുക്ക് ബാക്കപ്പ് പ്ലാൻ ഉണ്ട്, നമുക്കൊരു വാർ ഹീറോയെ ഉണ്ടാക്കണം. ഏതാണ്ട് ഒരാളുടെ പേരും പറഞ്ഞ് ചുമ്മാതെ സാധനം ഉണ്ടാക്കിയിട്ട്, ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാളുടെ പേരുണ്ടാക്കിയിട്ട് അവർ പറയാണ്, കേട്ടോ ഇയാൾ അവിടെ പിടിയിലായിപ്പോയി, ഇയാൾ പറഞ്ഞിട്ടോ മറ്റേ .ഡാഷ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് വെച്ചിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്, ഞാനൊരു എന്തോ ഒരു ഹീറോ ആണെന്നത് പറയുന്നത്, കീഴടങ്ങരുതെന്ന് പറഞ്ഞു കൊടുത്തോ. അപ്പോൾ പറഞ്ഞോ അതുകൊണ്ട് നമുക്ക് ഇത് ക്യാമ്പയിൻ ആക്കണം, നമുക്കുണ്ടോ ഇത് അയാളെ തിരിച്ചു കൊണ്ടുവരണം, എന്തോ ബ്രിങ് ബാക്ക് ടു അമേരിക്ക, അങ്ങനെയുള്ള സോയിൽ ലാൻഡ് എന്നത് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്. അപ്പം അയാൾ വരുന്നു, അവർ വിളിച്ചോണ്ട് വരുന്നു ഒരു പ്രാന്തൻ. അപ്പോൾ അവനതെങ്കിൽ പോകുന്ന വഴിക്ക് ഒരാളെ പീഡിപ്പിക്കാൻ പോകുന്ന, അവർ കൊല്ലുന്നു, അയാൾ വഴിക്ക് വെച്ച് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അയാൾ അതും പാളി, അയാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കൊണ്ടുവരാനും പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞു അയാൾ കൊല്ലപ്പെട്ടു, നമുക്ക് അയാൾക്കൊരു ചടങ്ങ് കൊടുക്കണം, ഫ്യൂണറൽ കൊടുക്കണം നല്ല രീതിയിൽ. അയാൾ അമേരിക്കൻ ഫ്ലാഗ് പുതപ്പിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തി ഇറക്കി, അതിനുശേഷം അതങ്ങനെ തീർന്നു. അങ്ങനെ എന്ന് പറഞ്ഞാൽ പേട്രിയോട്ടിസം പറഞ്ഞു. നിങ്ങൾ പിന്നെ പ്രസിഡൻറ്റിൻ്റെ ഈ സമയത്ത് പ്രസിഡൻ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾ നാണമില്ലേ, നിങ്ങൾ രാജ്യദ്രോഹിയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ലാസ്റ്റ് പറയുന്നുണ്ട് എനിക്ക് പറഞ്ഞ ഫണ്ടൊന്നും പോരാ, എനിക്കിത് കൂടുതൽ വേണമെന്ന്. അപ്പോൾ അയാളെയും പിടിച്ചോണ്ട് പോയി അതിലോട്ട് പ്രൊഡക്ഷൻ ടീമിനെ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം BJP ഗവൺമെൻറ് കൊടുത്തത്. നിങ്ങൾ പേട്രിയോട്ടിസം പറയണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ യുദ്ധത്തിനിടയ്ക്കും ചോദിക്കരുത്, അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾ പറയത്തില്ല, നിങ്ങൾ അന്നേരം വേറെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ പറയും ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ ചെയ്തിട്ടില്ലേ, പാകിസ്ഥാനെ നിങ്ങൾ തിരിച്ചടിച്ചിട്ടില്ലേ, അന്നും പറഞ്ഞു ഞങ്ങളൊന്നും പറ്റിയിട്ടില്ല, എവിടെങ്ങാണ്ട് കാട്ടി ബോംബിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ കളിയാക്കി. ഇവർ സ്റ്റേ ചെയ്തതാണ്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തരത്തിൽ യുദ്ധം ഉണ്ടാകുക എന്ന് പറഞ്ഞതൊരു രീതിയാണ്. അപ്പം ഞാൻ പറയുന്നത് യുദ്ധം ഉണ്ടായിരിക്കുക അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം, ചോദ്യം ചെയ്യണം. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ജനാധിപത്യത്തിൽ അതാണ് വേണ്ടത്. നിങ്ങൾ എന്തിനും മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അല്ലാതെ നിങ്ങളൊരു വികാരത്തിൻ്റെ പുറത്ത് ഒരാളെങ്കിലുണ്ടെന്നിട്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ അയാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറ്റം പറയാൻ പറഞ്ഞില്ലല്ലോ. ചാർലി കിർക്കിന് എങ്ങനെയാണെന്ന് ചാർലി കിർക്കിൻ്റെ അവസ്ഥ തന്നെ. എപ്പോഴാണോ നിങ്ങൾ തെറ്റിൻ്റെ ഭാഗത്തുള്ളത്, നിങ്ങൾ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം യു ആർ ക്യാരിങ് എ വെരി സീക്രട്ട് വിച്ച് യു ക്യാൻ ടേക്ക് യുവർ ലൈഫ്. എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ കൂടെ തന്നെ നിൽക്കണം, കാല് നക്കി നിൽക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊല്ലും. കൊലപാതകമാണ് ഇവരുടെ സ്റ്റൈല്. മൊസാദൊക്കെ നമ്മൾ പറയുന്നത് വലിയ ഇൻ്റലിജൻസ് ഏജൻസി അല്ലേ. നെറുകേടിന് ഏറ്റവും കയ്യും കാലും വെച്ച സാധനമാണ് ഈ മൊസാദ്. എന്ന് വെച്ചാൽ അവർക്ക് ഇൻ്റർനാഷണൽ ലോ ബാധകമല്ല, ഹ്യൂമൻ റൈറ്റ്സ് ബാധകമല്ല, ആണ് പെണ്ണ് വ്യത്യാസങ്ങളൊന്നുമില്ല. അവർ ചെയ്യാനുള്ള അവരുടെ മിഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് നമുക്ക് ചെയ്തൂടെ. നമുക്ക് ഏതും നെറുകേട് കാണിക്കുന്നതിനൊരു പാടുമില്ലല്ലോ. പക്ഷേ അതിന് നമ്മൾ പഠിച്ച മതത്തിൽ അതില്ലല്ലോ. പക്ഷേ ജൂതന്മാരുടെ അതിനകത്ത്, ജൂതൻ എന്നല്ല പറഞ്ഞത്, സയനിസത്തിനകത്തുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ചാർലി ക്രിക്ക് കൊല്ലപ്പെടുന്നത്. അയാളുടെ പോഡ്കാസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അയാളുടെ ലാസ്റ്റ് പോഡ്കാസ്റ്റ് October 14 എന്ന് കണ്ട 2024 ആണ്. 2024 ആലോചിച്ച് നോക്കും. ഞാനിപ്പോൾ ചാർലി കിർക്കിൻ്റെ ചാനൽ എടുത്ത് കാണിക്കാം. ചാർലി കിർക്ക് അയാളുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അതിനുശേഷം അയാളുടെ പോഡ്കാസ്റ്റ് എടുക്കുകയാണെങ്കിൽ
ലാസ്റ്റ് അപ്ഡേറ്റഡ് ഓൺ October 24, 2024. എന്ന് വെച്ചാൽ അയാൾ ഈ പറഞ്ഞ ഒരു വർഷം വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്തിനാ കൊന്ന അയാളെ? October 24 ഈ ഒക്ടോബർ നമ്മൾ ഒരു വർഷത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ അയാൾ റീസെൻ്റ് ആയത് പോഡ്കാസ്റ്റ് എവിടെ? എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നൊരു കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ മാത്രം പവർഫുൾ ആണോ ചാർലി കിക്കിനെ കൊന്ന ആൾ? 22 വയസ്സുള്ള ആ പയ്യൻ. എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ചാനലിൽ വീഡിയോ എടുത്ത് കളണമെന്ന് പറയാൻ പറ്റുമോ? അത് ഒരു വർഷം ചെയ്ത വീഡിയോ ഇവിടെ മനസ്സിലായോ? സെപ്റ്റംബറിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഈ അടുത്തല്ലേ കൊന്ന്? ഒരു വർഷം ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പുള്ള പോഡ്കാസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഈ അടുത്ത് ചെയ്ത പോഡ്കാസ്റ്റ് എവിടെ? നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അത് ചെയ്തത് ഇസ്രായേലിനെതിരെയാണ്. കാരണം ഇസ്രായേലിൻ്റെ കോൺസ്പിറസി October 7 അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് 6 മണിക്കൂർ അവരെ ഇൻറ്റേർണൽ പ്ലാൻ ആണോ എന്ന് ചോദിച്ചതിൻ്റെ കാരണം ഞാനല്ല, ചാർലി കിർക്കാണ്. അതുപോലെ തന്നെ അയാൾ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പുറകിൽ പോയതിൻ്റെ പേരിൽ എപ്സ്റ്റൈൻ ഫയൽ മൊസാദാണോ എന്ന് പറഞ്ഞ ഒരു കേസുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ആരാണ്? ഞാനാണോ? മുസ്ലിംസാണോ കൊല്ലുന്നത്? അല്ലെങ്കിൽ ആർക്കാണ് ഇത് താല്പര്യം ഉണ്ടത്? കൊല്ലാൻ താല്പര്യം ആർക്കാണ്? എന്നിട്ട് അവർ തന്നെ വന്നിട്ട് ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യുക. എനിക്ക് ട്രംപ് വൈഫിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അയാൾ ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കണ്ടായിരുന്നു ഹഗ് ചെയ്യുന്ന സമയത്ത് ചിരി അടക്കാൻ വേണ്ടി അയാൾ ഇങ്ങനെ പല്ല് അടുക്കി പിടിച്ച പോലെ എനിക്ക് തോന്നി. നമ്മൾ ചിരി വന്നാലും ചിരിക്കാതിരിക്കുന്ന പോലെ ചുണ്ട് കടിച്ചു പിടിക്കത്തില്ലേ എന്നതുപോലെ എനിക്ക് തോന്നിയത്. എന്ന് പറഞ്ഞാൽ അതൊരു ഇൻറ്റേർണൽ ജോബ് തന്നെയാണ്, അതിനകത്ത് ആരുമില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ആവരുതേ എന്നൊരു പ്രാർത്ഥന ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എന്തിനു പേരില്ല. അപ്പോൾ അവർ വിചാരിച്ചത് ഒരു മുസ്ലിം ആയിരിക്കും ചെയ്യുന്നത്, ക്രിസ്ത്യാനി ആയിരിക്കും, അങ്ങനെയുള്ള സാധനമാണ്. അപ്പോൾ അവർ കൊണ്ടുവരുത്തിയത് ഒരു മുസ്ലിമിനെ അല്ല. അതാണ് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് കാര്യം. എന്ന് വെച്ചാൽ ചാർലി കിർക്കിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും പിന്നെ സംസാരിക്കാൻ പാടില്ല. കാരണം ചാർലി കിർക്കിനെ സംസാരിച്ച് നിങ്ങൾ ഈ പറഞ്ഞ പോഡ്കാസ്റ്റ് പോയി തപ്പും, മറ്റേ വീഡിയോസ് നോക്കും. അങ്ങനെ എപ്സ്റ്റൈൻ ഫയൽസിനെ കുറിച്ച് കേൾക്കേണ്ടി വരും. നിങ്ങൾ October 7 കുറിച്ച് കാണേണ്ടി വരും. എന്ന് വെച്ചാൽ ഇസ്രായേലി പ്രോ അമേരിക്കൻ ആയിട്ടുള്ള ഒരാളെ പറയുന്നത് എനിക്ക് സംശയമുണ്ട് ഇത് നടന്ന് സ്റ്റേജ്ഡ് ആണോ എന്ന് തോന്നുന്നു. അപ്പോൾ 22 വയസ്സുള്ള പയ്യൻ അയാൾ അത്രയും ദൂരത്തിൽ നിന്ന് ആരുടെയും കണ്ണുപെടാതെ അത്രയും നല്ലൊരു ഷോട്ട് കഴുത്തിൽ ഇടണമെങ്കിൽ അയാൾ എത്ര വർഷം തോക്ക് പിടിക്കണം? ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് 22 വയസ്സാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 വയസ്സ് പോലെ തോക്ക് പിടിക്കുമോ? ഇല്ലല്ലോ. അതിലേക്ക് എത്തണമെങ്കിൽ ഒരു ഇതുണ്ടല്ലോ. അതുമല്ല അയാൾക്കൊരു റീസൺ വേണ്ടേ? ഇവർ തന്നെ റീസൺ ഉണ്ടാക്കും. അയാളുടെ ആ പ്രസംഗമൊന്നും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് പ്രശ്നം. ചുമ്മാ അങ്ങ് പറയാണ് ആൾക്കാർ. എന്നിട്ട് പറയും എന്താ ഞങ്ങൾ അതിൻ്റെ മോൺ ചെയ്യുന്നു, ഇങ്ങനൊരു സംഭവം നടക്കരുത്. എങ്ങനെ കൊല്ലപ്പെട്ട് എന്ന് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്ത് 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നെതന്യാഹു പോസ്റ്റ് ടു കണ്ടോളൻസസ്. ഒരു വലിയ യുദ്ധത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരാളുടെ മരണം അറിഞ്ഞ് അയാളുടെ മരണത്തിനൊരു പോസ്റ്റ് കമ്പോസ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യാൻ 8 മിനിറ്റ് മതിയാവുമോ? എന്നെ സംബന്ധിച്ചൊരു പോസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടണമെങ്കിൽ തലവേദന എന്നറിയാമോ? അത് ഒന്ന് സാധനം കമ്പോസ് ചെയ്തെടുത്ത് ഞാൻ അതിൻ്റെ ടാഗ് ലൈനും കൃത്യം ഒന്ന് ഞാൻ സെലിബ്രിറ്റി അല്ല. നെതന്യാഹു ഇടുന്ന പോസ്റ്റിന് എന്തായാലും അയാൾ ഡബിൾ ചെക്ക് ചെയ്യണമല്ലോ. ഞാൻ ഇടുന്നത് മോശമാവരുതെന്ന് പറയണമല്ലോ. കാരണം ഒരുപാട് ഇമോഷൻസ് എല്ലാവരും കാണുന്ന സാധനമാണ്. 8 മിനിറ്റിൽ അയാൾക്ക് അത്രയും ധൃതി പിടിച്ചിടണമെങ്കിൽ അയാൾക്ക് അത്രയ്ക്കും നോക്കിക്കൊണ്ടിരിക്കുക. ഇത്രയും നോക്കിക്കൊണ്ടിരിക്കുക, ഇയാളുടെ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്ക് ഈ പറഞ്ഞ യുദ്ധത്തിനിടയ്ക്ക്. അപ്പോൾ അയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഏതോ ഒരു കോളേജിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ അയാൾ ചോദ്യോത്തരം നടത്തുമ്പോൾ ഇയാൾ ഈ പറഞ്ഞ കണ്ടോളൻസസ് ഹോസ്പിറ്റലിൻ്റെ റിപ്പോർട്ട് വന്ന് ഹോസ്പിറ്റലിൻ്റെ റിപ്പോർട്ട് പബ്ലിക്കലി അവൈലബിളായി ഇയാളുടെ ചെവിയിൽ എത്തുന്ന സമയം വരെ ഇയാൾ അന്നേരം പോസ്റ്റ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മരിക്കുന്ന സമയം പോലെ പോസ്റ്റ് ഇടാൻ വേണ്ടി ഇങ്ങനെ ധൃതിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഇൻറ്റേർണൽ പവർ ഉണ്ട് ഉറപ്പായിട്ടും. നമ്മുടെ കോൺസ്പിറസി തിയറിയാണ്. നിങ്ങൾ ഇപ്പോൾ ചാറ്റ് ചോദിച്ചോ, നിങ്ങളൊന്നും പറയുന്നത് കോൺസ്പിറസി തിയറിയാണ്, അതൊരിക്കലും യാഥാർത്ഥ്യമല്ല, തെളിവുകളില്ലെന്ന് പറയും. തെളിവ് ഉണ്ടാക്കേണ്ടതാരാണ്? FBI ആണ്. FBI എന്താ പണി? 9/11 ഇൻറ്റേർണൽ ജോബാണെന്ന് പറഞ്ഞു. ആര്? കിർക്കെന്ന് പറഞ്ഞു. കിർക്കെന്നല്ല, കോൺസ്പിറസി തിയറി പറയുന്നതാണ് ഈ പറഞ്ഞ 9/11 ഈസ് ആൻ ഇൻറ്റേർണൽ ജോബ് ആണോ എന്ന് സംശയമുണ്ട്. കാരണം അതിനകത്ത് കുറേ അബദ്ധങ്ങളുണ്ട്, ഒരു പെർഫെക്റ്റ് സീനല്ല. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേജ് ചെയ്യപ്പെടുന്നതെല്ലാം ഈ FBI കേസാണോ? FBI എത്രയും എഫിഷ്യൻ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പരിശോധിക്കും. ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടോ എല്ലാം അഴിച്ചിട്ട് വാങ്ങിച്ച് പട്ടിയെ കൊണ്ട് മണപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സാധനമുണ്ട്.